الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് ഈ സദസ്സിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആദരണീയരായ സഹോദരന്മാർ, ഈ വിഷയം നിങ്ങൾ അറിയിച്ചതുപോലെ ഇൽമിൻ്റെയും ഉലമാക്കളുടെയും അറിവിൻ്റെയും പാണ്ഡിത്യമുള്ള ആളുകളുടെയും ശ്രേഷ്ഠത, അതാണ് ഇന്ന് നമ്മൾ പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന വിഷയം. ഇതിന് ഒരുപാട് തെളിവുകളുടെ ആവശ്യമില്ല. അറിവിന് പ്രാധാന്യമുണ്ട്, അറിവുള്ള ആളുകൾക്ക് ആദരവുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കാൻ, അത് പറഞ്ഞ് സമർത്ഥിക്കാൻ ഒരുപാട് തെളിവുകളുടെ, ദലീലുകളുടെ, രേഖകളുടെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല തന്നെ. നമ്മുടെ ബുദ്ധി കൊണ്ട് അത് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഏതൊരു കാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിലും അവൻ ചെയ്യുന്ന പ്രവർത്തനം നന്നാവണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവൻ അറിവ് അത്യാവശ്യമാണ്. അതില്ലാതെ കഴിയുകയില്ല തന്നെ. ആ പ്രവൃത്തി നന്നാക്കാൻ സാധ്യമല്ല. ഏത് കാര്യങ്ങളാണെങ്കിലും, ദീനിയായ കാര്യങ്ങളാണെങ്കിലും ദുന്യവിയായ വിഷയങ്ങളാണെങ്കിലും അറിയാതെ ആ കാര്യം കുറ്റമറ്റതായിട്ട് നല്ല നിലക്ക് നിർവഹിച്ച് പൂർത്തിയാക്കാൻ സാധ്യമല്ല. അത് ഇൽമിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവുമാണ്. ആ കാര്യങ്ങളെക്കുറിച്ച്, ഏതൊരു വിഷയത്തിനെക്കുറിച്ചും എത്രത്തോളം ഒരാൾക്ക് അവഗാഹമുണ്ടോ, അറിവും പാണ്ഡിത്യവുമുണ്ടോ, അതിനനുസരിച്ച് സമൂഹത്തിൻ്റെ ഇടയിൽ മുന്നിൽ ആ വ്യക്തി ആദരണീയനുമാണ്. ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും ദീനിയായ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയാണ് യഥാർത്ഥ ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ വികലമായി അവതരിപ്പിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. ദീനുൽ ഇസ്ലാമിൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാവരും അത് പഠിച്ച് മനസ്സിലാക്കണം എന്നില്ല. ഇൽമ് തേടുന്നതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ സാധാരണക്കാരൊന്നും പഠിക്കേണ്ടതില്ല. എല്ലാം ഉസ്താദുമാർ പറഞ്ഞ് അവർ പഠിപ്പിക്കുന്നത് പോലെ അവരെ പിന്നിൽ അണിനിരന്നാൽ മതി എന്ന് പറയുന്ന പുരോഹിത വിഭാഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. കഴിഞ്ഞ കാലങ്ങളിൽ അവർ ശക്തരായിക്കൊണ്ട് ആ കാര്യങ്ങൾ, പരിശുദ്ധ ഖുർആൻ എല്ലാവരും അത് പഠിക്കാൻ പാടില്ല, അതിൻ്റെ തർജമ, വിവർത്തനം അത് അനുവദനീയമല്ല. ഇൽമുള്ള ആളുകളുടെ ആ വേഷത്തിൽ സാധാരണക്കാരായ ആളുകൾ രംഗത്ത് കാണാൻ പാടില്ല പോലത്തെ വികലമായ വാദഗതികൾ പ്രചരിപ്പിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെയും ദുന്യാവിൻ്റെയും വിഷയത്തിൽ സമൂഹത്തിന് ഒരുപാട് പുറകോട്ടടിച്ച അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ എതിർത്തുകൊണ്ട് മറുപക്ഷത്ത് മറ്റൊരു വിഭാഗം ആളുകൾ വന്ന് ഇസ്ലാം ദീനിൽ പൗരോഹിത്യമില്ല, ഇസ്ലാം ദീനും അതിൻ്റെ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാവുന്നതേയുള്ളൂ, അല്പം അറബിയൊക്കെ പഠിച്ചാൽ ആളുകളുടെ മുന്നിൽ വന്ന് രണ്ട് വാക്ക് പറയാൻ സാമർഥ്യമുള്ള ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റും, ഇതിൽ പൗരോഹിത്യമോ ഇതിൽ വിവരമുള്ള ആളുകൾ എന്ന് പറഞ്ഞ ഒരു ആദരവ് ബഹുമാനത്തിൻ്റെ വക്താക്കളോ ഇല്ല എന്ന് പറഞ്ഞ്
ഈ പുരോഹിതന്മാരെ ഗണ്ണിച്ച ആളുകൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ തെളിവുകളുടെയോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശത്തിന്റെയോ അടിസ്ഥാനത്തിലല്ലാതെ ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് തന്നെ ദീനിന്റെ കാര്യങ്ങളിൽ ഗഹനമായ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ അറിവും പഠിപ്പുമില്ലാതെ റുവൈബിളമാർ എന്ന് പറയുന്ന വലിയ വലിയ വിഷയങ്ങളിൽ നിലവാരമില്ലാത്ത, അറിവും പഠിപ്പും വ്യക്തതയില്ലാത്ത ആളുകൾ സംസാരിക്കുന്ന ഒരു ഗതികേട് അത് പല സദസ്സുകളിലും പല സ്റ്റേജുകളിലും മെമ്പറുകളിലും ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രസംഗകരായ ആളുകൾ അവർ പ്രസംഗിക്കുന്ന ഒരു സദസ്സിൽ ചെന്നിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ, വീഴ്ചകൾ, അവരുടെ വേഷവിധാനങ്ങളും അവരുടെ മറ്റുള്ള സ്വഭാവ ഗുണങ്ങളും മാറ്റിവെച്ചാൽ തന്നെ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ അവർ പരസ്യമായി യാതൊരു ലജ്ജയുമില്ലാതെ യാതൊരു കരുതലുമില്ലാതെ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആളുകളെയും കാണും. സത്യം ഇത് രണ്ടിന്റെയും ഇടയിലാണ്. സത്യം ഈ പറയുന്ന രണ്ട് വിഭാഗത്തിന്റെയും ഇടയിലാണ്, മധ്യനിലവാരത്തിലാണ്, നീതിയുക്തമാണ്. ദീനുൽ ഇസ്ലാമിൽ ഇൽമ് നേടുക എന്ന് പറയുന്നത്, അറിവ് നേടുക എന്ന് പറയുന്നത്, ഞാനിവിടെ പറയുന്നത് ദുന്യാവിന്റെ അറിവ് നേടുന്ന കാര്യമല്ല. ആ കാര്യത്തിൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്ന വിഷയത്തിൽ ശാരീരിക സാമ്പത്തികമായി എത്രത്തോളം ഏതറ്റം വരെ കഠിനാധ്വാനം ചെയ്ത് മുന്നേറാൻ കഴിയുമോ അതിൽ അങ്ങേയറ്റത്തെ മത്സരത്തിലാണെന്ന് ഉമ്മത്തുള്ളത്. സ്ത്രീകളും പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും ഏത് വലിയ ഡിഗ്രി അവർക്ക് നേടിക്കൊടുക്കാൻ കഴിയുമോ രക്ഷിതാക്കൾ അതിനുവേണ്ടി ജാഗ്രതയോടെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഞാൻ പറയുന്നത് ദുന്യാവിന്റെ ഈ അറിവ് വിജ്ഞാനത്തിനെ കുറിച്ചല്ല, അത് പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾ അതിന് മാത്രം അതിൽ ഉത്സാഹിക്കുന്നവരും കഠിനാധ്വാനികളുമാണ്. ഞാൻ പറയുന്നത് ദീനിന്റെ ഇൽമാണ്. ദീനിന്റെ ഇൽമ് അത് പഠിക്കൽ ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ദീനിന്റെ വിജ്ഞാനം അത് നേടല് എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും അത് നിർബന്ധമാണ്. ഫർള് ഐനാണ്. അതിലൊരാൾ വീഴ്ച വരുത്തിയാൽ അവൻ കുറ്റക്കാരനാണ്. ആ പറയുന്ന പരിധി, ആ നേടേണ്ട ഇൽമ് ഏതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒരാളെ വിശ്വാസം പൂർണ്ണമാവാൻ ആവശ്യമായ അറിവ്, തൗഹീദ് കൃത്യമാകുന്ന അള്ളാഹുവിലുള്ള, അവന്റെ മലക്കുകളിലുള്ള, മുർസലീങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ, അവസാന നാളിൽ, ഖദറിൽ, ഈ പോലത്തെ വിശ്വസിക്കൽ നിർബന്ധമായ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ അറിയൽ നിർബന്ധമാണ്. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവരറിയൽ നിർബന്ധമാണ്. ആ ഇൽമ് നേടൽ നിർബന്ധം. അതേപോലെ തന്നെ ഒരാളുടെ നിർബന്ധമായ ആരാധനകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സമ്പത്തുള്ള ആളാണെങ്കിൽ സമ്പത്തും കഴിവുള്ള ആളെ ഹജ്ജ് നിർവഹിക്കുന്ന ഇങ്ങനത്തെ ഇബാദത്തുകൾ സഹീഹാകുന്ന, സ്വീകാര്യയോഗ്യമാകുന്ന നിലക്ക് അതിനെക്കുറിച്ച് അറിയൽ ഓരോ പുരുഷന്മാർക്കും നിർബന്ധമാണ്. പുരുഷന്മാർക്ക് മാത്രമല്ല, ഒരു നാട്ടിൽ കുറച്ചാളുകൾക്ക് മാത്രമല്ല, ഓരോ സ്ത്രീകൾക്കും ഓരോ പുരുഷന്മാർക്കും അത് നേടിയെടുക്കൽ നിർബന്ധമാണ്. അതിന്റെ തെളിവും അതിന്റെ രേഖകളും അതിനെക്കുറിച്ച് കൃത്യമായി കുളിയെ കുറിച്ച് പഠിക്കണം, വുളൂഇനെ കുറിച്ച് പഠിക്കണം, നിസ്കാരത്തിനെ കുറിച്ച് പഠിക്കണം, നോമ്പിനെക്കുറിച്ച്, സമ്പത്തുള്ള ആളുകളാണെങ്കിൽ സക്കാത്തിനെ കുറിച്ച്, ഇബാദത്ത് സഹീഹാകുന്ന കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധം. അതേപോലെ തന്നെ മുആമലത്ത്, ഇടപാടുകൾ, ഒരാൾ വിവാഹ ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പുരുഷൻ ഭാര്യയ്ക്കുള്ള ഹക്കുകളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധം. സ്ത്രീ ഭർത്താവിനോടുള്ള ഹക്കുകളും കാര്യങ്ങളും, കുഞ്ഞുങ്ങളുണ്ടായാൽ അവരെ പോറ്റുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ അത്യാവശ്യമായ കാര്യങ്ങൾ പഠിക്കൽ ആ പെണ്ണിനെ സംബന്ധിച്ച് നിർബന്ധമാണ്. ഫർള് ഐനാണ്. നാട്ടിലാരെങ്കിലും പഠിച്ചു, ഉസ്താദ് പഠിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പഠിച്ചു, അത് മതി എന്നുള്ളതല്ല. അവർ തന്നെ പഠിക്കണം. ആ ഇടപാട് ക്ലിയറായി അതിൽ അവർ നിർവഹിക്കേണ്ട മര്യാദകൾ അത് കൃത്യമായി പാലിക്കാൻ അത് പഠിക്കൽ നിർബന്ധം. ഒരാളൊരു കച്ചവടത്തിന് ഇറങ്ങുകയാണ്, ആ വ്യക്തി ആ ബിസിനസ്സിനെ കുറിച്ച്, അതിലുള്ള ഇടപാടും കാര്യങ്ങളെക്കുറിച്ച് അവർ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിൽ വരുന്ന സമ്പത്ത്, അതിൽ ചെലവാക്കുന്ന സമ്പത്ത്, അവിടെ നടക്കുന്ന ക്രിയവിക്രയങ്ങളെക്കുറിച്ച് അവന് അറിയൽ നിർബന്ധമാണ്. മുആമലത്ത്, ഇടപാട്, ഇത് ഓരോ വ്യക്തികളും അറിയൽ നിർബന്ധമാണ്. പിന്നെ പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നാട്ടിൽ കുറച്ച് ആളുകൾ അതിനെക്കുറിച്ച് അറിവുണ്ട്, ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഫർള് കിഫായി എന്ന് പറയും പണ്ഡിതന്മാർ. ഒരു വിഭാഗം ആളുകൾ പഠിച്ചാൽ മറ്റുള്ള ആളുകൾ ബാധ്യതയിൽ നിന്ന് ഒഴിവാണ്. അപ്പോൾ വേറുള്ള ആളുകൾ പഠിക്കും എന്ന് കരുതി നമ്മളും നമ്മുടെ മക്കളും നമ്മൾ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പിന്നിൽ പോകുക, തീരെ പഠിക്കാനൊക്കെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. ഇങ്ങനെയല്ല നമ്മൾ ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കഴിവിന്റെ പരമാവധി ആ മഹത്തായ സ്ഥാനം, ആ ഉത്തരവാദിത്വം അത് നേടിയെടുക്കാൻ
ആ പറയുന്ന കാര്യത്തിന് എന്നാൽ കഴിയുന്നത് ഞാൻ ശ്രമിക്കുക. എനിക്ക് എത്രത്തോളം അതിൽ മുന്നേറാൻ കഴിയും, എൻ്റെ കുട്ടികളെ എത്രത്തോളം എനിക്കതിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും, അള്ളാഹു തന്ന അനുഗ്രഹം. ഈ പറയുന്ന മാനസികാവസ്ഥയിലായിരിക്കണം ഓരോ മുസ്ലിമീങ്ങളും മുന്നേറേണ്ടത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇൽമ് നേടുക, അതിൻ്റെ പ്രാധാന്യം, അതേപോലെ തന്നെ അത് ഇൽമ് നേടിയ ആളുകൾ, ഉലമാക്കൾ, ദീനുൽ ഇസ്ലാമിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അതിപ്രാധാന്യമുള്ള അത്യാവശ്യമായ മേഖലയാണിത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നല്ലൊരു വിഭാഗം ആളുകൾ, നല്ലൊരു ശതമാനം ആളുകൾ ഈ കാര്യത്തിൽ ശക്തമായ വീഴ്ചയും അനാസ്ഥയും കാണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്, സമയങ്ങൾ അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ കൂടെ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കണം. ഇൽമിന്റെ ശ്രേഷ്ഠത, ഉലമാക്കളുടെ ബഹുമാനം, ആദരവ് ഒരു പക്ഷേ പലപ്പോഴും കേട്ടവരായിരിക്കും നിങ്ങൾ പല സദസ്സിൽ വെച്ചും. എന്നാൽ കൂടി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഉണർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ, സഹാബത്ത് മുതൽ താബിഈങ്ങളും താബിഈകളും, ഈ പറയുന്ന ആളുകൾ ഇതിന് അതിയായ പ്രാധാന്യം, ആദരവ് അതവർ കൊടുത്തിരുന്നു. അതിനനുസരിച്ച് അവർ ബഹുമാനവും ആദരവും ഈ ലോകത്തും പരലോകത്തും നേടിയെടുക്കുന്ന ആളുകളായി മാറുകയും ചെയ്തു. ആസിം ഇബ്നു റജാ റഹ്മത്തുള്ളാഹി അലൈഹി ഖൈസ് ഇബ്നു കസീർ എന്ന് പറയുന്ന താബിഈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ഖാല ഖദിമ റജുലുൻ മിനൽ മദീനത്തി അലാ അബിദ്ദർദ. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് മദീനയിൽ നിന്ന് ഒരാൾ വന്നു. വഹുവ ബി ദിമിഷ്ക്. അബൂദർദാ സിറിയയിലുള്ള ദിമിഷ്ക് പട്ടണത്തിലാണ്. ഒരു മാസത്തെ ഏകദേശം വൈദൂരമാണ് ഈ പറയുന്ന മദീനയും ദിമിഷ്കും തമ്മിൽ ഏകദേശമുള്ളത്. അന്നത്തെ കാലത്ത് മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ മദീനയിൽ നിന്നാണ് ഈ മനുഷ്യൻ വരുന്നത്. അബൂദർദാ റളിയല്ലാഹു അൻഹു റസൂലിന്റെ പ്രമുഖനായ സഹാബിയാണ്, പണ്ഡിതനാണ്. അദ്ദേഹമുള്ളത് ദിമിഷ്ക് പട്ടണത്തിലാണ്, സിറിയയിലാണ്. ഫഖാല, അപ്പൊ ഈ മനുഷ്യനെ കണ്ട സമയത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ അഖ്ദമക യാ അഖി, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നീ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് സഹോദര? ഫഖാല, അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ആ വന്ന ആള് പറഞ്ഞു, ഹദീസുൻ ബലഗനി അന്നക തുഹദ്ദിസുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നിങ്ങളൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ കേട്ട ഒരു ഹദീസ്, അത് നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടി. ആ ഹദീസ് നേർക്ക് നേരെ നിങ്ങളുടെ വായിൽ നിന്ന് അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കേട്ടതല്ല. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾ കേട്ടു, നിങ്ങളിൽ നിന്ന് നേർക്ക് നേരെ അത് എനിക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് ഇത്ര ദീർഘമായ വൈദൂരം സഞ്ചരിച്ചുകൊണ്ട് ഞാൻ വന്നത്. അപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, അമാ ജിഅത ലി ഹാജ, ദുന്യവിയായ എന്തെങ്കിലും ആവശ്യത്തിനല്ലേ നീ വന്നിട്ടുള്ളത്? ഖാല ല, ആ മനുഷ്യൻ പറഞ്ഞു, അല്ല. അപ്പോ ഖാല അമാ ഖദിംത ലി തിജാറത്തിൻ, നീ ഒരു ബിസിനസ്സിന് കച്ചവടത്തിനൊന്നും വേണ്ടി വന്നതല്ലേ? ഖാല ല, ആ മനുഷ്യൻ പറഞ്ഞു, അല്ല, ഈ ഹദീസിന് വേണ്ടി മാത്രമാണ്. ഖാല മാ ജിഅതു ഇല്ലാ ഫീ തലബി ഹാദൽ ഹദീസ്, ഈ മഹത്തായ ഹദീസ് തേടിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നിശ്ചയം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ, ദീനിന്റെ ഇൽമ്, വിജ്ഞാനം നേടാൻ വേണ്ടി ഒരാൾ ഒരു വഴിയിൽ സഞ്ചരിച്ചാൽ, സലക്കല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, ആ വ്യക്തിയെയും കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇതിലേറെ പിന്നെ എന്താണ് ഇൽമിന്റെ ശ്രേഷ്ഠത നമുക്ക് കേൾക്കാനുള്ളത്? എന്താണ് നമ്മൾ അറിയാനുള്ളത്? അള്ളാഹു ആ മനുഷ്യനെയും കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചു എന്ന് ആ മനുഷ്യന് മനസ്സിലാക്കുക, ഇൽമ തേടാൻ ഒരു വഴിയിൽ പോയാൽ. വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ റിളൻ ലിതാലിബിൽ ഇൽം, അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യൻ തേടുന്ന ഈ വിജ്ഞാനം അതിൽ തൃപ്തിപ്പെട്ട് അവരുടെ ചിറകുകൾ ഈ വ്യക്തിക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കും, ഇവനോട് ദയയും വാത്സല്യവും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, അള്ളാഹുവിന്റെ ദീന് പഠിച്ച യഥാർത്ഥ ഒരു പണ്ഡിതനാണെങ്കിൽ അവന് വേണ്ടി ആകാശങ്ങളിലും ഭൂമിയിലും വസിക്കുന്നവർ മുഴുവനും, മലക്കുകളും മറ്റു ജീവജാലങ്ങളും മുഴുവനും അവന് വേണ്ടി പൊറുക്കലിന് തേടും. ഒരു ആലിമിന്, ഒരു പണ്ഡിതൻ, ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിച്ച് സത്യസന്ധമായ നിലക്ക് ആ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന് ഇവന് വേണ്ടി പൊറുക്കലിന് തേടും. ഹത്തൽ ഹീതാനി ഫിൽമ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ ഇവന് വേണ്ടി പൊറുക്കലിന് തേടും. സമുദ്രങ്ങളിലൊക്കെ എത്ര മത്സ്യങ്ങൾ, ജീവികളാണുള്ളത്.
അവർ മുഴുവനും ഇവന് വേണ്ടി പൊറുക്കലിനെ തേടും. വഫളലുൽ ആലിമി അലൽ ആബിദ്, ഇബാദത്തിൽ കഴിച്ചുകൂട്ടുന്ന ഒരു വ്യക്തി, ഇബാദത്തിൽ ദിക്റും സലാത്തും സുന്നത്തായ ഇബാദത്തുകളും കാര്യങ്ങളും അത് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അതിന് മാത്രമുള്ള ചെറിയ ഇൽമുള്ളൂ, അവൻ്റെ കാര്യങ്ങൾ ശരിയാക്കാനുള്ള ഇൽമുള്ളൂ, മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കാനുള്ള പ്രത്യേകമായ ഇൽമൊന്നുമില്ലാത്ത ഒരു ആരാധനയിൽ കഴിച്ചുകൂട്ടുന്ന ഒരു മനുഷ്യനിലേറെ ഒരു പണ്ഡിതന് ദീനുൽ ഇസ്ലാമിലുള്ള ബഹുമാനം, ആദരവ് കഫളിൽ ഖമരി അലാ സായിരിൻ നുജൂം, ചന്ദ്രന് മറ്റുള്ള നക്ഷത്രങ്ങളിലേറെ ഉള്ള ശ്രേഷ്ഠത പോലെയാണ്. ആകാശത്തിൽ ഉദിച്ചു കാണുന്ന ധാരാളം നക്ഷത്രങ്ങളുണ്ട്. അതിൽ 14 രാവിലുള്ള ചന്ദ്രൻ അത് ഉദിച്ചു വന്നാൽ അതിൻ്റെ ഒരു ആദരവ്, അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ ഒരു വലുപ്പം, ഇതുപോലെയാണ് ഒരു പണ്ഡിതന് മറ്റുള്ള സാധാരണക്കാരായ ആളുകൾ, അതിൽ തന്നെ ഇബാദത്തിൽ കഴിച്ചുകൂട്ടുന്ന ആളുകളിലേറെ ഉള്ള ശ്രേഷ്ഠത. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാരെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. പണ്ഡിതന്മാരുടെ അനന്തര അവകാശികളാണ്. ഇന്നൽ അംബിയ അലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ, പ്രവാചകന്മാർ ഈ ലോകത്ത് വന്ന് അവർ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരുപാട് സ്വർണം വെള്ളിയും ഇവിടെ ബാക്കി വെച്ച് പോയവരല്ല. അവരിവിടെ വച്ച് ഈ ലോകത്ത് വന്ന് സ്വർണം വെള്ളിയും സമ്പാദിച്ചവരുമല്ല. അവരുടെ ബാക്കി വെച്ചത് ഈ പറയുന്ന സമ്പത്തല്ല. ഇന്നമാ വറസുൽ ഇൽം, അവർ അള്ളാഹുവിൻ്റെ ഇൽമ്, ദീനിൻ്റെ വിജ്ഞാനം, അറിവ്, അതാണ് ഇവിടെ ബാക്കി വെച്ചത്. ഫമൻ അഖദ ബിഹി അഖദ ബിഹള്ളിൻ വാഫിർ, ഒരാൾ ആ ഇൽമ് നേടാൻ തയ്യാറായാൽ, ഈ പ്രവാചകന്മാരുടെ ബാക്കി വെച്ച് പോയ ആ വിജ്ഞാനം അതൊരാൾ നുകർന്ന് അത് നേടിയെടുക്കാൻ തയ്യാറായാൽ ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ വിഹിതം, സമ്പാദ്യം നേടിയെടുത്ത വ്യക്തി അവനായിരിക്കും. ഈ ലോകത്ത് ആദരണീയനായിരിക്കും ആ വ്യക്തി, പരലോകത്തും അവൻ ബഹുമാന ആദരണീയനായിരിക്കും. ഇൽമിന്റെ ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം ആയത്തുകൾ അതിൻ്റെ മേൽ അറിയിക്കുന്നത് കാണാൻ കഴിയും. സഹീഹായ ഹദീസുകളിൽ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ ചോദിച്ചു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, നബിയെ പറയൂ, അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും തുല്യരാകുമോ? അറിവുള്ള ഉലമാക്കള്, ഇൽമുള്ള ആളുകൾ, അറിവും കാര്യങ്ങളും നേടാത്ത വിഡ്ഢികൾ ഒരുപോലെയാകുമോ? ഒരിക്കലുമാകൂല. അറിവുള്ള ആളുകളുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും കൃത്യമായിരിക്കും, അത് വ്യക്തമായിരിക്കും, അത് സഹീഹും സവാബുമായിരിക്കും, അത് ശരിയായ ദിശയിലായിരിക്കും, കുറ്റമറ്റതായിരിക്കും. അറിവില്ലാത്ത ഒരാളാണെങ്കിൽ അവന് നന്നാക്കണം എന്നാഗ്രഹിച്ചാൽ പോലും അവന് നല്ല നിലക്ക് ചെയ്യാൻ കഴിയൂല, പലതും കഴിയൂല. പല ആളുകളും നിസ്കരിക്കുന്നത് നമ്മൾ കാണലുണ്ട്. അവരുടെ നിസ്കാരത്തിൽ പല വീഴ്ചകളും കാണലുണ്ട്. അറിവില്ലാത്തത് കൊണ്ട്, അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട്. അവരൊരു പക്ഷേ 40, 50 കൊല്ലം തുടർച്ചയായിട്ട് നിസ്കരിക്കുന്നവരായിരിക്കും. അവരുടെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ ചില ഭാഗത്ത് വീഴ്ചകൾ കാണും. അവരുടെ നിസ്കാരത്തിന്റെ റുക്കനുകൾ, അർക്കാനുകൾ, പ്രധാനപ്പെട്ട ഭാഗത്ത് വീഴ്ചകൾ കാണും. ചില ആളുകളുടെ സുജൂദും റുക്കുവും കോഴികൾ കൊത്തുന്നത് പോലെയായിരിക്കും. ചില ആളുകൾ നിസ്കാരത്തിൽ തുമഅനീനത്ത്, ഇഅ്തിദാൽ എന്ന് പറയുന്ന അതിലുള്ള അടക്ക ഒതുക്കമില്ലാതെ റുക്കോയിൽ നിന്ന് ഉയരാനിടല്ലാതെ സുജൂദിലേക്ക് പോകും. ആ പാവം കഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, അത് ശരിയാവുകയില്ല. അറിവില്ലായ്മ കൊണ്ടാണ് പറ്റിയത്. അതല്ലാതെ നിസ്കാരം കേടുവരുത്തണം, അത് നശിച്ചതാക്കണം, അത് കുറ്റമുള്ളതാക്കണം, തെറ്റായ നിലക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല. അറിവില്ല, അത് നേടാൻ ഇവന് തയ്യാറില്ല എന്നുള്ളത്. സമയമില്ല എന്നൊരാൾ പറയുന്നത് വെറുതെയാണ്. ധാരാളം സമയമുണ്ട്. ആ സമയങ്ങൾ പലരും പല നിലക്കും അത് പാഴാക്കുന്നുമുണ്ട്. പക്ഷേ ഇതിന്റെ ഗൗരവം ആളുകൾ പലരും മനസ്സിലാക്കിയില്ല എന്നുള്ളത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസറിൽ, അതല്പം ദീർഘമായതാണ്, അതിന്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ മറ്റ് ചില ഭാഗങ്ങൾ മറ്റ് രേഖകൾക്കുള്ള പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമാണ്, വ്യക്തവുമാണ്. അദ്ദേഹം പറഞ്ഞു, തഅല്ലമുൽ ഇൽം, നിങ്ങൾ ദീനിന്റെ ഇൽമ് പഠിക്കി ജനങ്ങളെ, ഇൽമ് നേടി. ഫഇന്ന തഅല്ലുമഹു ലില്ലാഹി ഖശിയ, ഒരാൾ ശരിക്ക് അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുള്ള വ്യക്തിയായി മാറും അവൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ്, അള്ളാഹുവിന്റെ അസ്മാഅുകളും സിഫാത്തുകളും തൗഹീദുർ റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും, ഈ പറയുന്ന കാര്യങ്ങൾ ഒരാൾ പഠിക്കും തോറും അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്തുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അടിമയായി മാറാൻ കഴിയും. വതലബുഹു ഇബാദത്തുൻ, ഇൽമ് തേടുക എന്ന് പറയുന്നത് അതൊരു ഇബാദത്താണ്. നിങ്ങൾ അദ്കാറിന് വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേറെയുള്ള സുന്നത്തായ നിസ്കാരങ്ങളും ഇബാദത്തുകളും ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ,
അതിലേറെ പ്രധാനപ്പെട്ടതാണ്, ശ്രേഷ്ഠമായതാണ് ഇൽമ് നേടുക എന്നുള്ളത്. പ്രത്യേകിച്ച് നിർബന്ധമായ ഇൽമ് തേടേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങളിലേറെ മുന്തിക്കൽ നിർബന്ധമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ ഇൽമ് നേടുന്ന കാര്യം. അവന്റെ സമയത്തിന് പ്രാധാന്യവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് സുന്നത്തായ ഇബാദത്തുകൾക്കല്ല, അവന് ഇൽമ് നേടാനാണ്. അവന് നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്ന ദുന്യവിയായ അത്യാവശ്യമായ അവന്റെ കാര്യങ്ങൾ ഒഴിച്ചാൽ പിന്നീടുള്ള സമയത്തിന് ഏറ്റവും ആദ്യം അവൻ തിരിക്കേണ്ടത് ഇൽമ് നേടുന്ന വിഷയത്തിലേക്കാണ്. അത് ഇബാദത്താണ്. സുന്നത്തായ നിസ്കാരങ്ങളിലേറെ, സുന്നത്തായ മറ്റുള്ള ഇബാദത്തുകളിലേറെ ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമ് തേടല്. വമുദാക്കറത്തുഹു തസ്ബീഹ്, ആ ഇൽമ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അദ്കാറുകളുടെ കൂട്ടത്തിൽ മഹത്തരമായതാണ്. വൽ ബഹ്തു അൻഹു ജിഹാദ്, ഇൽമ് തേടാൻ വേണ്ടി ഒരാൾ ത്യാഗം ചെയ്യുക, അത് അന്വേഷിച്ചു കൊണ്ടുപോകുക, അത് അന്വേഷിച്ചുകൊണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ശരിക്ക് ജിഹാദാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഏറ്റവും മഹത്തായ ഒരു യുദ്ധമാണത്, സമരമാണത്. വബദ്ലുഹു ഖുർബ, പഠിച്ച ഇൽമ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദാനധർമ്മമാണ്. സമ്പത്ത് കൊണ്ട് ദാനധർമ്മം ചെയ്യുന്നതിലേറെ മഹത്തരമാണ് ഇൽമ് മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക, അത് നൽകുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. സമ്പത്ത് നൽകാൻ പലർക്കും കഴിയും. ഇന്ന് ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ എല്ലാ മേഖലയിലുള്ള ആളുകളും സാമ്പത്തികമായ സഹായങ്ങളും കിറ്റ് കൊടുക്കുന്നവരും അല്ലേ, എല്ലാ മേഖലയിലും അതിൻ്റെ ആളുകളാണ്. റമദാനൊക്കെ വന്നു കൊടുക്കണ്ടെന്നല്ല, അത് ചെയ്യണ്ടെന്നുമല്ല. ഇന്ന് ഈ ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ല, ലോകത്തുള്ള മനുഷ്യർക്ക് ഏറ്റവും അത്യാവശ്യമായ ചാരിറ്റി സേവനം ശർഈയായ ഇൽമ്, വിവരം അവർക്ക് നേടിക്കൊടുക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്. അത് ആളുകൾക്കുണ്ടായി ആളുകളെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളത് ഈ ലോകത്തും പരലോകത്തും ആളുകളുടെ വിജയത്തിന് അത് അനിവാര്യമാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ദാനധർമ്മമാണ്. വതഅലീമുഹു മല്ലാ യഅലമുഹു സ്വദഖ, അറിയാത്ത ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക, അത് ദാനധർമ്മത്തിൽപ്പെട്ടത്. അത് സ്വദഖയാണ്, സ്വദഖയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, കഫാ ബിൽ ഇൽമി ഫളീലതൻ അൻ യദ്ദഇയഹു മൻ ലൈസ ഫീ. ഇൽമ് എന്ന് പറയുന്നതിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായൊരു മാർഗമാണ്, ഇൽമില്ലാത്ത ആളും ഞാൻ ആലിമാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടും. എനിക്കതൊക്കെ തിരിയും, എനിക്ക് അത്യാവശ്യ കാര്യങ്ങൾ അറിയുമെന്ന് ജാഹിലായ വിഡ്ഢിയായ ആളുകളുടെ മുന്നിൽ വെച്ച് പറയും. വയഫ്റഹു ഇദാ നുസിബ ഇലൈഹി, അയാൾക്ക് അത്യാവശ്യമൊക്കെ തിരിയും, മൂപ്പര് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ആ മനുഷ്യൻ അത് ഇഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ അവൻ ജാഹിലായിരിക്കും. ഇതാണ് ഇൽമിന്റെ പ്രത്യേകത. അതില്ലാത്ത വ്യക്തിക്ക് അതുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് സന്തോഷയിക്കാരം, അയാൾക്ക് അത്യാവശ്യം തിരിഞ്ഞ ആളാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായ ആളാന്ന് പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടും ആ കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും. വകഫാ ബിൽ ജഹലി ശർറൻ, എന്നാൽ അറിവില്ലായ്മ, വിവരമില്ലായ്മ എന്ന് പറഞ്ഞ് വളരെ ചീത്തപ്പെട്ട ഒരു സ്വഭാവമാണ്. എന്താ കാരണം? അൻ യതബറഅ മിൻഹു മൻ ഹുവ ഫീ, ഒരാൾ യഥാർത്ഥത്തിൽ ജാഹിലായിരിക്കും, അതോടുകൂടെ അയാൾ പറയാൻ തയ്യാറാകൂല ഞാൻ ജാഹിലാണ്. പറയാരെങ്കിലും ഇൽമില്ലാത്ത ഒരാളാണെങ്കിലും എനിക്കൊന്നും അറിയില്ല എന്നാരും പറയാൻ തയ്യാറാകൂല, അറിയുന്നേ പറയുള്ളൂ. വയഗ്ളബു ഇദാ നുസിബ ഇലൈഹി, അവൻ ജാഹിലാണ്, അവനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യമായിരിക്കും ആ വ്യക്തിക്ക്. ഇതാണ് ജഹലും ഇൽമും തമ്മിലുള്ള വ്യത്യാസം. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറയാണ്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, ത്വലബുൽ ഇൽമി അഫ്ളലു മിൻ സ്വലാത്തിൻ നാഫില. നമ്മൾ കേട്ടതുപോലെ സുന്നത്തായ നിസ്കാരങ്ങളിലേറെ ശ്രേഷ്ഠമാണ് ഇൽമ് തേടുക എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, നിർബന്ധമായ അത്യാവശ്യമായ ഇൽമാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമാണത്. സുന്നത്തായ നിസ്കാരം ഒഴിവാക്കി അത് പഠിക്കാൻ സമയം കണ്ടെത്തണം. അവന് വേറെ സമയമല്ല എന്നുണ്ടെങ്കിൽ അവന്റെ സമയത്തിൽ വിലപ്പെട്ടത് മുഴുവനും ഈ ഇൽമ് നേടാൻ വേണ്ടിയിട്ട് അവൻ അതിലേക്ക് തിരിക്കും വേണം. വഖാല, വീണ്ടും ഷാഫിഈ റഹ്മഹുല്ലാഹ് പറഞ്ഞു, മൻ അറാദ ദുനിയാ ഫഅലൈഹി ബിൽ ഇൽം, ഒരാൾക്ക് ദുനിയാവും സ്ഥാനമാനങ്ങളും സമ്പത്തും നേടണം, അവൻ സ്വീകരിക്കേണ്ടത് ഇൽമാണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഡിഗ്രികളും ഡബിൾ ഡിഗ്രികളും അതേപോലെ തന്നെ അതിന്റെ മേലെയുള്ള ഡിഗ്രികൾക്ക് വേണ്ടി ആളുകൾ ദുനിയാവ് നേടാൻ, അതിലുയരാനും അതിൽ സമ്പാദിക്കാനും. വമൻ അറാദൽ ആഖിറത ഫഅലൈഹി ബിൽ ഇൽം, പരലോകത്തൊരാൾക്ക് ഉയർന്നവനും വിജയിച്ചവനുമാകണമെന്നുണ്ടെങ്കിൽ അവന് നേടേണ്ടത് ഇൽമാണ്, ശർഈയായ ഇൽമ്. ഖുർആനും സുന്നത്തിന്റെ ഇൽമ് നേടിയാൽ പരലോകത്ത് അവൻ ഉയരാൻ കഴിയും, ഈ ലോകത്തും ഉയരാൻ കഴിയും. വഖാല, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറഞ്ഞു, മാ തഖറബ ഇലല്ലാഹി തആല ബിശൈഇൻ ബഅദൽ ഫറായിളി അഫ്ളല മിൻ തലബിൽ ഇൽം. ഫർളായ കാര്യങ്ങൾ, ഇബാദത്തുകൾ ഒരാൾ നിർവഹിച്ച്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ട് പിന്നെ ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് സാമീപ്യവും അടുപ്പവും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് ആ വ്യക്തി സ്വീകരിക്കേണ്ടത് തലബുൽ ഇൽമാണ്, ഇൽമ് നേടുക. അത് കരസ്ഥമാക്കും തോറും അള്ളാഹുവിലേക്കുള്ള സാമീപ്യവും അവന്റെ സ്ഥാനമാനങ്ങളുടെ ഉയർച്ചയും പദവിയും അവന് ലഭിക്കും.
ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നൽ ഇൽമ യർഫഉ സാഹിബഹു ഫിദ് ദുനിയ വൽ ആഖിറ. ഒരാൾ ഇൽമ് നേടുന്നതിനനുസരിച്ച്, അത് ലഭിക്കുന്നതിനനുസരിച്ച് ആ വ്യക്തിയെ ഈ ലോകത്തും പരലോകത്തും അവനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. മാ ലാ യർഫഉൽ മുൽക്കു വലൽ മാലു വലാ ഗൈറുഹുമാ. അധികാരം കിട്ടിയാൽ പോലും അത്ര ഉയരത്തിലേക്ക് ആ വ്യക്തിക്ക് പൊന്താൻ കഴിയൂല. സമ്പത്ത് നേടി എന്ന് കരുതിയിട്ട് ഒരാൾക്ക് ഉയരാൻ കഴിയാത്ത അത്ര വലിയ സ്ഥാനത്തേക്ക് ഒരു ഇൽമുള്ള വ്യക്തിക്ക് ഉയരാൻ കഴിയും. ഫൽ ഇൽമു യസീദു ശരീഫ ശറഫൻ വയർഫഉൽ അബ്ദൽ മംലൂക. ഒരു ആദരണീയനായ കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണ്, ആദരവും ബഹുമാനമുള്ള ആളാണെങ്കിൽ അയാൾ ഇൽമും കൂടി തേടിയാൽ, ഇൽമും കൂടി ഉണ്ടായാൽ അതിലേറെ അയാൾക്ക് ബഹുമാനം ആദരവും കൂടും. ഇനി ഒരാൾ അടിമയാണ്, ദരിദ്രനാണ്, സമൂഹത്തിൽ നിലയും വിലയുമില്ലാത്ത ആളാണെങ്കിൽ അവർ അള്ളാഹുവിന്റെ ദീന് കൃത്യമായിട്ട് പഠിച്ചു ഉയരുന്നതിനനുസരിച്ച് മറ്റുള്ള ആളുകളിലേറെ ഉയർച്ച ആ വ്യക്തിക്ക്, ആ മനുഷ്യൻ ആദരവ് ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ കണ്ണുമുന്നിൽ നമ്മൾ കാണുന്നതാണ്. താനും പ്രായമുള്ള എത്ര ആളുകളുണ്ട്. നമ്മുടെയൊക്കെ മുന്നിൽ ചെറിയ കുട്ടികൾ വന്നുകൊണ്ട് നിസ്കാരങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകുന്നു. അവർ നമ്മുടെ ഇമാമിയങ്ങളാകുന്നു. ഈ ചെറിയ പ്രായത്തിൽ 12, 13, 14 വയസ്സുള്ള കുട്ടികൾ ഫറലായ നിസ്കാരങ്ങളിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നമ്മൾ അവരെ പിന്നിൽ നിൽക്കുന്നു. എന്താണ് അവരെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത്? എന്താണ് അതിന്റെ പിന്നിലുണ്ടായ അവർക്കുണ്ടായ പ്രത്യേകത? ഇൽമല്ലാതെ, അവർ പരിശുദ്ധ ഖുർആൻ അത് ഹിഫ്ളാക്കി അത് പഠിച്ചു എന്നുള്ളതല്ലാതെ നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമാണ്. ഇത്രയും കാലമായി, ഇത്രയും പ്രായമായി നമുക്ക് ഈ ലോകത്ത് അങ്ങനത്തെ ഒരു ആദരവ് എന്തുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല? നമ്മളതിൽ ലജ്ജിക്കേണ്ടവരാണ്. ശരിക്ക് ഇൽമ മനുഷ്യനെ അങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. തെളിവായിക്കൊണ്ട് ഇബ്നു അൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കമാ സബത ഫി സ്വഹീഹി മിൻ ഹദീസ് അസ്-സുഹ്രി അൻ അബി തുഫൈലി അന്ന നാഫി' ഇബ്നു അബ്ദുൽ ഹാരിസ്. നാഫി' ഇബ്നു അബ്ദുൽ ഹാരിസ് റഹിമഹുല്ലാ, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ക ഏരിയയിലുള്ള ഗവർണറായിരുന്നു. മക്ക ഭാഗത്തുള്ള ഗവർണറായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഗവർണറായിരുന്നു നാഫി' ഇബ്നു അബ്ദുൽ ഹാരിസ്. അദ്ദേഹത്തിനെ കുറിച്ച് അബു തുഫൈൽ റഹ്മഹുല്ല പറയാണ്, ഇമാം സുഹരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ, ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഉസ്ഫാൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് അദ്ദേഹം വിശ്രമിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു മക്കയുടെ പുറത്തുള്ള ഉസ്ഫാനിൽ. അപ്പോ അദ്ദേഹത്തിനെ എതിരേൽക്കാനും സ്വീകരിക്കാനും കാണാനും വേണ്ടി മക്ക ഭാഗത്തുള്ള അദ്ദേഹത്തിന്റെ ഗവർണറായ നാഫി' ഇബ്നു അബ്ദുൽ ഹാരിസ് അങ്ങോട്ട് ചെന്നു, ഉസ്ഫാനിലേക്ക് ചെന്നു. വകാന ഉമർ ഇസ്തഅമലഹു അലാ അഹ്ലി മക്ക. മക്കയിലുള്ള ഗവർണറായിരുന്നു അദ്ദേഹം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, മൻ ഇസ്തഖ്ലഫത അലാ അഹ്ലിൽ വാദി. മക്കക്കാരെ കാര്യങ്ങൾ നോക്കാൻ നീ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? അവിടെ നിസ്കാരത്തിന് ഇമാമ് നിൽക്കേണ്ടി വരും. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ പ്രതിവിധി കണ്ടെത്തേണ്ടി വരും. നീ എൻ്റെ അടുത്തേക്ക് ഉസ്മാനിലേക്ക് പോന്നപ്പോൾ മക്കയിൽ പകരമായിട്ട് ആരെയാണ് നീ ഏൽപ്പിച്ചിട്ടുള്ളത്? അപ്പോ നാഫി' ഇബ്നു അബ്ദുൽ ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇസ്തഖ്ലഫ്തു അലൈഹിം ഇബ്നു അബ്സ. ഇബ്നു അബ്സ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ അവിടെ പകരം ഏൽപ്പിച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിൽ ഇമാമായി നിന്ന് നിസ്കരിക്കേണ്ടി വരും. മക്കയിലുള്ള ഖുറൈശികളായ പ്രമുഖരായ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടി വരും. ഗവർണർ ഇവിടുന്ന് പുറത്തു പോയതാണ്. ഇബ്നു അബ്സനെ ഞാൻ അവിടെ പകരമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ എന്ന് പറയുന്ന മനുഷ്യൻ? ഫഖാല റജുലുൻ മിൻ മവാലീന, അടിമയായിരുന്നു, പിന്നെ സ്വതന്ത്രനാക്കി മോചിപ്പിച്ച ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമയാണ് ഇദ്ദേഹം. മൗലയാണ്. ആദ്യം അടിമയായിരുന്നു, അങ്ങനെ പിന്നെ അടിമയെ സ്വതന്ത്രനാക്കി മോചിപ്പിച്ചു കഴിഞ്ഞാൽ മൗല എന്ന് പറയും അറബികൾ. അങ്ങനത്തെ ഞങ്ങളുടെ മൗലകളിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അഥവാ സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ താന്ന തട്ടിലുള്ള ഏറ്റവും നിസ്സാരന്മാരുടെ ഏറ്റവും താന്ന നിലവാരത്തിലുള്ള ഒരാളാണ്. അടിമയായിരുന്നു. ആ മനുഷ്യനെയാണ് ഖുറൈശികളും പ്രമുഖരുമായ മക്കക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ, അവർക്ക് ഈ ദീനിന്റെ കാര്യങ്ങൾ നേതൃത്വം നൽകാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തഖ്ലഫ്ത അലൈഹിം മൗല. മക്കയിലുള്ള ഖുറൈശികൾ പ്രമുഖരായ ആളുകൾക്കൊക്കെ അവരുടെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് ഒരു അടിമനെയാണോ നീ ഏൽപ്പിച്ചത്? അതൊരിക്കലും യോജിക്കുന്ന അനുയോജ്യമായൊരു പണിയല്ലല്ലോ. അപ്പൊ ഫഖാല നാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നഹു ഖാരിഉൽ ലികിതാബില്ലാഹി വആലിമുൻ ബിൽ ഫറായിദ്. ഇബ്നു അബ്സ എന്ന് പറയുന്ന മനുഷ്യൻ അടിമയാണെങ്കിലും പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിച്ച ആളാണ്. അത് പാരായണം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഹാഫിളാണ്, അത് പഠിച്ച ആളാണ്, അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും അറിയുന്ന ആൾ. ഇൽമുൽ ഫറായിദ്, ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ സമ്പത്ത് എങ്ങനെ വിഹിതിക്കണം എന്ന് പറയുന്ന ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആ വിജ്ഞാന ശാഖ ഇൽമുൽ ഫറായിദ്,
അത് കൃത്യമായി അറിയുന്ന ആളാണ്, നല്ല പണ്ഡിതനാണ് എന്ന് ചുരുക്കി. പണ്ഡിതനാണ്. തറവാടിത്തം കൊണ്ടോ അതല്ലെങ്കിൽ പേരുകൊണ്ടോ മഹിമ കൊണ്ടോ അദ്ദേഹം താന്ന നിലവാരത്തിലുള്ള ആളാണെങ്കിൽ ഇൽമു കൊണ്ട് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇന്ന നബിയക്കും ഖദ് ഖാൽ, നിശ്ചയം നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ, നിശ്ചയം അല്ലാഹു ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ടൊരു വിഭാഗം ആളുകളെ ഉയർത്തും, ഒരു വിഭാഗം ആളുകളെ താഴ്ത്തും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ അടിമയായിരുന്നു, ആളുകളുടെ ഇടയിൽ നിസ്സാരവൽക്കരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിച്ച ഇൽമ് നേടിയപ്പോൾ ബഹുമാനാദരണീയരായ കുടുംബങ്ങളായ ഖുറൈശികളുടെ മുന്നിൽ അവരുടെ മേലെ നിൽക്കാൻ പറ്റുന്ന ആദരവിലേക്ക് ഉയർന്നു. അള്ളാഹു മനുഷ്യനെ ഉയർത്തി. ഇൽമ് നേടാനും പഠിക്കാനും തയ്യാറാകാതെ ദീനിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന അബൂജഹൽ, അബൂലഹബ് പോലത്തെ ഖുറൈശി പ്രമുഖരെ നിന്ദ്യരും നീചരുമായി അള്ളാഹു അവരെ ഈ ലോകത്ത് അധപ്പതിച്ചവരും അധകൃതരായ ആളുകളുമായി താഴ്ത്തുകയും ചെയ്തു. ഇത് വളരെ കൃത്യമായി കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തും പരലോകത്തും ബഹുമാനും ആദരവും അത് നമുക്ക് നേടിത്തരുന്ന, നമ്മളെ ഉയർച്ചയിലേക്ക് വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന അത്യാവശ്യമായ ഒരു സ്വഭാവമാണ്, ഗുണമാണ്, മഹത്തായ ഒരു കാര്യമാണ് താനും. പക്ഷേ ഇൽമു നേടണമെന്നുണ്ടെങ്കിൽ അതിന് അധ്വാനവും അതിന് ചെറിയ കഷ്ടപ്പാടുകളും അതിന് നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ ചിലത് നമ്മൾ മാറ്റിവെക്കലും അത്യാവശ്യമാണ്. യഹ്യ ഇബ്നു അബീ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ യുദ്റകുൽ ഇൽമു ബിറാഹത്തിൽ ജിസ്, ആശ്വാസം കൊണ്ട് സ്വന്തം ശരീരത്തിന് വേണ്ടുന്ന ആശ്വാസം ഉന്മേഷമൊക്കെ കൊടുത്തിട്ട് ഇൽമു ലഭിക്കുക എന്നാരും വിചാരിക്കരുതേ. അതങ്ങനെ ലഭിക്കണ കാര്യമല്ല, അതങ്ങനെ കിട്ടുന്ന സാധനമല്ല എന്ന് പറഞ്ഞു. അതിന് പ്രയാസങ്ങൾ അല്പം സഹിക്കേണ്ടി വരും. എന്നാൽ പോലും അത് നേടിയെടുക്കൽ നിർബന്ധമായത് നേടിയെടുക്കുക. ഫർള് കിഫയായതാണെങ്കിൽ അത് നേടാനുള്ള കഠിനാധ്വാനം ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാകും ചെയ്യും. നമ്മൾ എപ്പോഴും താലിബുൽ ഇൽമ് തേടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന ആളാണ്. എനിക്ക് പരിമിതിയുണ്ടാകും, എനിക്ക് കഴിവില്ലാത്ത, എനിക്ക് കുറവുകളുണ്ടാകും, പോരായ്മകളുണ്ടാകും. എന്നാലും നമ്മുടെ ഈ മർക്കസിൽ തന്നെ എത്രയോ കാര്യങ്ങളെക്കുറിച്ച് എത്രയോ കിതാബുകളും എത്ര വിഷയങ്ങളും ആഴ്ചകളിൽ, ദിവസങ്ങളിൽ, പല സമയങ്ങളിലായിട്ട് ഇവിടെ അത് പഠിപ്പിക്കപ്പെടുന്നു, അത് പറയുന്നു. ഒരു ചെറിയ ബാഗോ അതല്ലെങ്കിൽ ചെറിയൊരു കീസോ അതിലൊരു പേനയും ഒരു നോട്ട് ബുക്കും ഒന്നോ രണ്ടോ ഈ പറയുന്ന കിതാബുകളുടെ PDF അതിൻ്റെ കോപ്പികളോ അതും കൊണ്ട് നിരന്തരം ഒരു മനുഷ്യൻ അവൻ്റെ സമയത്തിൽപ്പെട്ട ഒരു ഭാഗം അതിന് കഠിനാധ്വാനം ചെയ്ത് അതിന് സമയം മാറ്റിവെച്ച് ഞാനൊരു താലിബുൽ ഇൽമാണ്. വലിയ വലിയ പണ്ഡിതന്മാരെപ്പോഴും അവർ പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തൽ ആലിമ എന്നാരും പറയലില്ല. സൗദി അറേബ്യയിലൊക്കെയുള്ള വലിയ വലിയ ഉലമാക്കൾ അവരെ കുറിച്ച് പറയുമ്പോൾ അന താലിബുൽ ഇൽമി എന്ന് പറയും, അതല്ലെങ്കിൽ അന തുവൈലിബുൽ ഇൽമ്, അങ്ങനെയാണ് പലരും പറയാം. തുവൈലിബ്, താലിബുൽ ഇൽമാണ്, ഇൽമ തേടുന്നൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. അതിനെ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ഞാൻ വളരെ ചെറിയ ഒരു വിദ്യാർത്ഥിയാണ്. അവർ താഴ്മ കൊണ്ട് അങ്ങനെ പറഞ്ഞ് നമുക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, നമുക്കും എന്തുകൊണ്ട് അങ്ങനെ ശ്രമം നടത്തിക്കൂടാ. അതിനു വേണ്ടി ഒരു ബാഗ്, ഒരു കീസ്, അതിലൊരു ഒന്നോ രണ്ടോ നോട്ട് ബുക്ക്, അതിൽ ഒന്നോ രണ്ടോ പെന്നും പെൻസിലും, എന്നിട്ട് എൻ്റെ സമയത്തിൽപ്പെട്ട ഒരു സമയം ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസം അറബിയിലുള്ള ഭാഷയുടെ പഠനങ്ങളുണ്ട് ഇവിടെ. ദീനിൻ്റെ കാര്യങ്ങൾ പലതും പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ പറയുന്ന വിഷയങ്ങൾ കൊള്ളക്കാരായ ആളുകൾ നിങ്ങൾ വരുന്നത് മുടക്കാതെ മർക്കസിൽ പോയി എന്ന് കരുതി, അവർ പറഞ്ഞത് കേട്ടു കരുതി, അങ്ങനെയൊന്നല്ല എന്ന് പറയുന്ന കൊള്ളക്കാരെ അവർക്ക് ചെവി കൊടുക്കാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുന്ന, അവരുടെ ദർസുകളും ദീനുകളും കേട്ട് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ അറബിയിലുള്ളത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ, അത് കേൾക്കാവുന്നതേ ഉള്ളൂ. അതിൽപ്പെട്ട 1, 2, 3 വിഷയങ്ങൾ എഴുതി രേഖപ്പെടുത്തി അങ്ങനെ ഒരാൾ തുടർന്നു പോകുക. അബ്ദുല്ലാഹിൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മിനൽ മഹ്ദി ഇലൽ ലഹദ്, ഏതുവരെ പഠിക്കണം ഞാൻ, ഏതുവരെ? തൊട്ടിൽ മുതൽ ഖബർ വരെ. ഖബറിൽ കുഴിയുണ്ടാക്കിയിട്ട് തുരന്നിട്ട് ലഹദുണ്ടാക്കി അതിൽ എന്നെ കൊണ്ടുപോയി വെക്കുന്നത് വരെ, ഈ ലോകത്ത് വന്ന് മരിക്കുന്നത് വരെ ഇൽമു തേടുന്ന ഒരാളായി. നിങ്ങൾ കേട്ടില്ലേ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ താലിബുൽ ഇൽമിനോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ കാണിക്കുന്ന ബഹുമാനം, ആദരവും, സ്നേഹവും. അവന് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കുകയാണ്. ജീവിതത്തിൽ തൊഴിലെടുക്കാൻ പോകുന്നു, കുടുംബം പോറ്റാൻ പോകുന്നു, അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നു. എന്നാലും നമ്മുടെ ദിവസത്തിൽ, നമ്മുടെ സമയങ്ങളിൽ ഒരു സമയം അതിനുവേണ്ടി തയ്യാറെടുപ്പോടുകൂടെ എഴുതി രേഖപ്പെടുത്തി അത്യാവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനും എഴുതാനല്ല,
എല്ലാം എഴുതാനില്ല. എന്നാലും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ, കാര്യങ്ങൾ എഴുതി. ആ എഴുതിയ ഓരോ ദിവസത്തിൽ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും രേഖപ്പെടുത്തി. ഞാൻ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഈ ഇൽമ നേടുന്നൊരു വ്യക്തിയാണ്, മരിക്കുന്നത് വരെ ഞാൻ ഈ വഴിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബർക്കത്ത് ചെയ്ത് തൗഫീഖ് നൽകിയാൽ ഒരു പക്ഷേ ഒരു മാസങ്ങൾ കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി മറ്റുള്ളവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനത്തേക്ക് ഇൽമിൻ്റെ ഒരു ആലിമിൻ്റെ ത്വാലിബുൽ ഇൽമിൻ്റെ ആദരവിലേക്ക് വന്നാൽ, ഇല്ലെങ്കിൽ ഇൽമ തേടുന്ന ഒരു വിദ്യാർത്ഥിയാണ്, സ്വർഗത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്താനുള്ളൊരു മാർഗം കണ്ടെത്തി. വരുന്നു, വയല് കേൾക്കുന്നു, നമ്മൾ പോകുന്നു, പിന്നെയും വരുന്നു, വയല് കേൾക്കുന്നു, നമ്മൾ പോകുന്നു. എന്ത് പറഞ്ഞു, എന്ത് കേട്ടു, രേഖയായിട്ടൊന്നുമില്ല, എഴുതി വച്ചതൊന്നുമില്ല, പിന്നീടൊന്ന് മറിച്ചു നോക്കാനൊന്നുമില്ല. അങ്ങനെയല്ല, താലിബുൽ ഇൽമാണ്, ഞാനതുമായി ബന്ധപ്പെട്ടു പോകുന്ന ആ വഴിയിലാണ്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ 2 വിഭാഗം ആളുകൾക്ക് ഇൽമ ലഭിക്കൂല. 2 വിഭാഗം ആളുകൾ. ഒന്ന് അഹങ്കാരികളായ ആളുകൾ, ഇൽമിന്റെ സദസ്സിൽ വരാനും അതുപോലെ തന്നെ അത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ വന്നിരുന്നു കൊണ്ട് അത് ശ്രദ്ധിക്കാനും മനസ്സ് പാകപ്പെടാത്ത അഹങ്കാരികൾ, അവർക്ക് ഇൽമ ലഭിക്കൂല. മറ്റു വിഭാഗം ആളുകൾ ലജ്ജയാണ്. കുട്ടികളുടെ ഇടയിലൊക്കെ ഞാൻ എങ്ങനെ പോയിരിക്കുക, ഞാൻ അത്യാവശ്യമൊക്കെ, അത് കുട്ടികൾ ഓല് നേടട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ ആള് നമ്മളൊക്കെ അങ്ങനെയല്ല. ഇൽമ നമുക്കറിയൂല എന്നുണ്ടെങ്കിൽ നമ്മളും കുട്ടിയാണ്. നമ്മൾ തുവയിലിബ് ഇൽമുകളാണ്. തുവയിലിബ് ഇൽമ തേടുന്ന വളരെ ചെറിയ വിദ്യാർത്ഥികളാണ്. നമുക്ക് പ്രായമായിട്ടുണ്ട്, നമ്മുടെ മുടി നരച്ചിട്ടുണ്ട്, നമ്മുടെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇൽമിന്റെ വിഷയത്തിൽ ഈ ചെറിയ കുട്ടികളുടെ ലെവലിലും അവരുടെ ഭാഗത്തിലുമാണ് നമ്മൾ. തുവയിലിബ് ഇൽമാണ്. അങ്ങനെ ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അവന്റെ ശ്രമത്തിന് അള്ളാഹു ബറക്കത്ത് നൽകും. അവന്റെ സത്യസന്ധതക്കനുസരിച്ച് അവന് ഫലങ്ങൾ ലഭിക്കും. അവന്റെ കാര്യങ്ങളിൽ അവന് കൃത്യതയും വ്യക്തതയും ഉണ്ടാകും. അങ്ങനെയാണ് ഈ ഇൽമ നേടാനും അതിന്റെ സദസ്സിൽ നമ്മൾ വന്നിരിക്കാനും നമ്മൾ തയ്യാറാവേണ്ടത്. അങ്ങനെയാണ്. അതല്ലാതെ ശരീരത്തിന്റെ ആശ്വാസം, അതിനു വേണ്ടുന്ന വിശ്രമങ്ങളൊക്കെ കൊടുത്ത് ഇൽമ ലഭിച്ച് നേടി വരിക എന്നുള്ളത് നടക്കൂല. അത് നേടി അനുഭവ സമ്പത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട യഹ്യ ഇബ്നു അബീ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റാഹത്തുൽ ജിസ്മ കൊണ്ട് ഇൽമ ഒരാൾക്ക് കരസ്ഥമാകൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഇൽമ അവന് നൽകി എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഖൈർ ആ മനുഷ്യൻ അല്ലാഹു നൽകി എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. ഒരാൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് എത്രത്തോളം അറിവ് കൂടി, എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് ആ മനുഷ്യൻ നന്മയിലാണ്. അള്ളാഹു അവന് ഖൈർ നൽകി എന്നുള്ളതിന്റെ തെളിവാണ്. മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരു മനുഷ്യന് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ അവന് പഠിപ്പിച്ചു കൊടുക്കും. ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കും. ഈ ഹദീസിന് ഒരു ഉൾട്ട അർത്ഥമുണ്ട്, ഇതിന്റെ നേരെ വിപരീത അർത്ഥമുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഒരു മനുഷ്യൻ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കൂല. അതിനുള്ള സാഹചര്യം അവനുണ്ടായാലും അതിനുള്ള തൗഫീഖ് അവന് ലഭിക്കൂല. ഇല്ലാതിരിക്കുന്നത് അള്ളാഹു തടഞ്ഞിട്ടല്ല, ഈ വ്യക്തി അതിന് അർഹനല്ലാത്തത് കൊണ്ട്. ഇമാം മുസ്ലിം റഹിമഹുള്ളാഹി റിപ്പോർട്ട് ചെയ്ത സഹിഹായ, ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കും ഖൈർ ഉദ്ദേശിച്ചാൽ. നമ്മുടെ നാട്ടിൽ ഈ ഖൈർ ഉദ്ദേശ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ അള്ളാഹു ഖൈർ ഉദ്ദേശ ആളുകൾ തുലോം കുറവാണ്, വളരെ കുറവാണ്. സ്ത്രീകളുടെ കൂട്ടത്തിലും പുരുഷന്മാരുടെ കൂട്ടത്തിലും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുൻഗാമികളായ ആളുകൾ ഇങ്ങനെയല്ലായിരുന്നു. ഈ ഖൈർ ധാരാളമുള്ള ആളുകളായിരുന്നു നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകൾ. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയോട് കൂടുതൽ വർധനവിനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞ ഏക വിഷയം ഇൽമാണ്. കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി, കിട്ടിയതിലേറെ ഇനിയും കൂടുതൽ എനിക്ക് നൽകണം അള്ളാഹുവേ എന്ന് ചോദിക്ക് പ്രവാചകരെ എന്ന് പറഞ്ഞ ഏക വിഷയം ഇൽമാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമ. പ്രവാചകരെ റബ്ബി സിദ്നി ഇൽമ എന്ന് പറയേ. വായ കൊണ്ട് റബ്ബി സിദ്നി ഇൽമ എന്നിങ്ങനെ പറയാനുള്ള ശ്രമങ്ങളില്ലാതിരിക്കല. അതിനുള്ള കഠിനാധ്വാനമുണ്ട്. കേട്ടല്ലോ നമ്മൾ മദീനയിൽ നിന്ന് ദിമിഷ്കിലേക്ക് യാത്ര ചെയ്യ ഒരൊറ്റ ഹദീസിന് വേണ്ടി. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ റാഹത്തുൽ ജിസ്മ കൊണ്ട് ശരീരത്തിന് ആശ്വാസം കൊടുത്തുകൊണ്ട് ഇൽമ തേടൂല എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം ചെയ്യണമെന്നുള്ള ധ്വനി അതിലുണ്ട്. ഇതേപോലെ കഷ്ടപ്പെട്ടുകൊണ്ട് ലജ്ജയുണ്ടെങ്കിൽ ആ ലജ്ജ നമ്മൾ മാറ്റിവെക്കുക. ആ സദസ്സിലൊക്കെ ഞാൻ എങ്ങനെ പോയിരിക്കുക കുട്ടികളുടെ അടിയിൽ, അതിൽ ഞാനതൊക്കെ ഇങ്ങനെ ചോദിക്കുക, മൂപ്പരെന്താ തോന്നുക, വിചാരിക്കുക. ഇല്ല,
ഇൽമു നേടുന്ന കാര്യത്തിൽ ചോദിക്കുന്ന വിഷയത്തിൽ ലജ്ജയ്ക്ക് യാതൊരു പ്രസക്തിയില്ല, മാറ്റിവെക്കുക. തലക്കനം അഹങ്കാരമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഞാൻ കുറേയൊക്കെ അവിടെ നിന്ന് സദസ്സിൽ നിന്ന് കേട്ടതാണ്, മൂപ്പരതൊക്കെ അതൊക്കെ കേട്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഇങ്ങനെ ആവണ്ട. അഹ്ലുസുന്നന്റെ ഉലമാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളാണെങ്കിൽ അവരെ വിശ്വാസത്തിലെടുത്ത് അവരിരുന്ന് കാര്യങ്ങൾ കേട്ട് ചോദിച്ച് പഠിച്ച് സംശയമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് വ്യക്തത വരുത്തി കാര്യങ്ങൾ നേടാൻ നമ്മൾ തയ്യാറാകാം. നമ്മുടെ ഇഖ്ലാസും സിദ്ഖും നമ്മുടെ കഠിനാധ്വാനവും ത്യാഗവും അള്ളാഹു അതിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത അതിനുള്ള നന്മകളും വർധനവുകളും ബറക്കത്തുകളും അതിന് നൽകും. വഖുർ റബ്ബി സിദ്നി ഇൽമ. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫലൂ കാന ശൈഉൻ അശ്റഫ മിനൽ ഇൽം. ഇൽമിനിലേറെ ബഹുമാനാദരവുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ ലോകത്തുണ്ട് എന്ന് വെക്കുക. എന്നാൽ ലഅമറല്ലാഹു തആല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്അലഹുൽ മസീദ മിൻ. അത് കൂട്ടി ചോദിക്കാനാണ് അള്ളാഹു റസൂലിനോട് കൽപ്പിക്കുമായിരുന്നത്. ഇൽമിനിലേറെ ശ്രേഷ്ഠതയുള്ള ആദരവുള്ള വേറെ ഏതെങ്കിലും കാര്യം ലോകത്തുണ്ടെങ്കിൽ അത് കൂട്ടി ചോദിക്കാനാണ് അള്ളാഹു പറയുക. അതില്ല. അതുകൊണ്ട് തന്നെ ഇൽമ് അത് വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനുള്ള ത്യാഗങ്ങളും ശ്രമങ്ങളും നമ്മുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യും. അൽ ഇൽമു അഫ്ളലുൽ ജിഹാദ്. യുദ്ധം, ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒമ്പിച്ച മഹത്തായ ഒരു ഇബാദത്താണ്, ഒരു അമലാണ്. ആ കൂട്ടത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഇൽമ് നേടുക, അറിവ് നേടുക എന്നുള്ളത്. എന്നിട്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആയുധം കൊണ്ടും സമ്പത്ത് കൊണ്ടും യുദ്ധം ചെയ്യാൻ പലർക്കും കഴിയും. ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ തടിമിടുക്കുള്ള ആളുകൾ, കരുകരുത്തുള്ള ശരീരക്കാർ, അതിലുള്ള യുക്തിയും തന്ത്രവുമുള്ള ആളുകളാണെങ്കിൽ അതിന് പലർക്കും കഴിയും. ഇൽമ് കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ വികലമാക്കുന്ന കപടവിശ്വാസികളും ശത്രുക്കളും നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് അള്ളാഹുവിന്റെ ദീന് കൃത്യമായത് ഇന്നതാണ്. ശത്രുക്കൾ ഈ പറയുന്ന ആരോപണങ്ങൾ അത് ബാലിശമാണ്, കള്ളമാണ്, അത് ആരോപണമാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊടുത്ത് ആളുകൾക്ക് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അത് എല്ലാവർക്കും കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജിഹാദിന്റെ ഇനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ജിഹാദു ബിൽ ഇൽമാണ് പറയുന്നത്. ഇൽമ കൊണ്ടുള്ള ഈ പറയുന്ന ജിഹാദ് ആയുധം കൊണ്ടുള്ളതിലേറെ സമ്പത്ത് കൊണ്ടുള്ളതിലേറെ നാവ് കൊണ്ടും പേന കൊണ്ടും അതേപോലെ തന്നെ എഴുത്തുകൊണ്ട് സംസാരം കൊണ്ട് കൃത്യമായി ദീന് ഇന്നതാണ് എന്ന ആളുകൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പോകുന്ന ജിഹാദ്, അതാണ് ഏറ്റവും മഹത്തായത്. പലർക്കും ചെയ്യാൻ കഴിയാത്തതാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇൽമിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിനോട്, മഹാനായ ആ പണ്ഡിതനോട്, ആ ഇമാമിനോട് ഇൽമിന്റെ ശ്രേഷ്ഠത ചോദിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അലം തസ്മഅ ഖൗലഹു തആല ഹീന ബദഅ ബിഹി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക്. സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞ ആയത്തിന് ഈ കേട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ ആയത്തിൽ പറയുന്ന ഫഅലം, നീ അറിയണം. ഏറ്റവും ആദ്യം ഇൽമിനെ കുറിച്ചാണ് അള്ളാഹു ആയത്തിൽ കൂടെ പറഞ്ഞത്. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ്. ആ തൗഹീദിനെ കുറിച്ച് കൃത്യമായി അറിയണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. എന്താണ് അതിന്റെ ആശയം, എന്താണ് അതിന്റെ അർത്ഥം? അതൊരാൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തൊക്കെ അവന് പറ്റും, എന്തൊക്കെ പറ്റൂല, എന്താണ് അതിന്റെ ലക്ഷ്യം, ഈ പറയുന്ന കാര്യങ്ങൾ അറിയണം. ഇൽമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. അള്ളാഹു ആരംഭിച്ചത് ഇൽമു കൊണ്ടാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞു, ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. ഒരു ഖണ്ഡിക തുടങ്ങിയത് ഇങ്ങനെയാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. പറയുന്നതിന്റെയും പ്രവർത്തിക്കുന്നതിന്റെയും മുമ്പ് അറിവ് നേടണം. ഏത് കാര്യം അങ്ങനെ. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാതെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടൊക്കെ കൂടി നന്നാവോ, കിട്ടുമോ? ഒരു വണ്ടി ഓട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ എത്ര ശ്രദ്ധിച്ചു സൂക്ഷിച്ചു കണ്ണും കാതും മുഴുവനും കൂർപ്പിച്ച് അവരിരുന്നിട്ട് അതിൽ കയറി നിന്ന് ചാട്ടാക്കി വിട്ടാൽ നല്ല വണ്ടിയാണ്, നല്ല റോഡാണ്, നല്ല സൂക്ഷ്മതയിലാണ്, നല്ല ശ്രദ്ധയിലാണ്, ഹൃദയത്തേക്ക് ഭംഗിയായിട്ട് സുരക്ഷിതനായിട്ട് അതിനെത്തിക്കാൻ കഴിയും. ഈ പറയുന്ന ഇലക്ട്രിക് വർക്കുകൾ നടത്തുന്ന ആളുകളാണെങ്കിൽ, ചികിത്സിക്കുന്ന ആളാണെങ്കിൽ ഓരോ മേഖലയിലും അറിയാതെ, അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാതെ ചെയ്തു പറഞ്ഞാൽ അത് വെട്ടിത്തെരത്തുക പോവുക, അപകടത്തിലേക്കാണത് പോവുക. ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും വലിയ അപകടത്തിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുചെന്ന് ചാടിക്കും, മറ്റുള്ള ആളുകളെയും കൊണ്ടുചെന്ന് ചാടിക്കും. ഇവൻ അപകടത്തിൽപ്പെടുത്തും. ഫളല്ലു വ അളല്ലു. അവസാന കാലത്ത് ഉലമാക്കളില്ലാതെ ജാഹിലീങ്ങൾ, വിഡ്ഢികൾ ഫത്വ പറയാൻ ഇറങ്ങി, ദീന് കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ ഫളല്ലു വ അളല്ലു. സ്വയം അവർ വഴികേടിലാകും, മറ്റുള്ള ആളുകളെ വഴികേടിൽ കൊണ്ടുപോയി ചാടിക്കുകയും ചെയ്യും. ഇവിടെ
ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. പിന്നെയാണ് ഇസ്തിഗ്ഫാർ പറഞ്ഞത്. ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് പിന്നെയാണ് പറയേണ്ടതും അമലാക്കേണ്ടതും. ഫൽ ഇൽമു മുഖദ്ദമുൻ അലൽ ഖൗലി വൽ അമൽ. പറയുന്നതിന്റെയും പ്രവർത്തിക്കുന്നതിന്റെ മുന്നിൽ ഇൽമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചത്. അതുകൊണ്ട് തന്നെ ഇൽമ് അത് നേടണം. ഈ പറയുന്ന ഇൽമ് നേടണം. അത് നേടിയതിന്റെ ശേഷമാണ് പിന്നീടാണ് പ്രവർത്തിക്കേണ്ടത്, പിന്നീടാണ് പറയേണ്ടത്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ പണ്ഡിതന്മാർ ഈ കാര്യത്തിൽ മനസ്സിലാക്കിയതും അതാണ് സത്യവും. ഉലമാക്കള്, ഇൽമ പഠിച്ച ഉലമാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിലെടുത്തത് അവരെയാണ്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഉലമാക്കളുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള പ്രവാചകന്മാരാണ്. അവരുടെ ശേഷം പിന്നെ അവരിൽ നിന്നത് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉലമാക്കളാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത, വിവരമില്ലാത്ത ആളുകൾക്ക് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് അള്ളാഹു ഏൽപ്പിച്ചത് ഈ പണ്ഡിതന്മാരെയാണ്. വിവരമില്ലാത്ത സാധാരണക്കാരായ ആളുകളോട് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു അഹ്ല ദിക്രി, പഠിച്ച ആളുകളോട്, ഉലമാക്കളോട് നിങ്ങൾ ചോദിക്കണം കാര്യങ്ങൾ. നിങ്ങൾക്കറിയൂല എന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കി, അതനുസരിച്ച് ചെയ്യി. അള്ളാഹു അവരെ വിശ്വാസത്തിലെടുത്തു ഈ ഉലമാക്കളെ. അവരോട് ചോദിക്കാനാ പറഞ്ഞത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇൽമുള്ള ആളുകളോട് ചോദിക്കി. അള്ളാഹു അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പറഞ്ഞു. വഹും അത്തിബ്ബാഉൻ നാസി അലൽ ഹഖീഖ. ആളുകൾക്കുള്ള ചികിത്സകന്മാർ ഇവരാണ്. ശരിക്കും ആളുകൾക്കുള്ള പ്രയാസങ്ങൾ, അവർക്കുള്ള അസുഖങ്ങൾ, രോഗങ്ങൾ അവരുടെ ശരീരത്തിന് ചികിത്സിക്കണതല്ല, അവരുടെ ഹൃദയങ്ങളെ ചികിത്സിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് ഈ പണ്ഡിതന്മാരെയാണ്. ഹൃദയത്തിനാണ് ശരിക്കും ചികിത്സ അത്യാവശ്യമുള്ളത്. ആളുകൾ ഇന്നത് മാറ്റിവെച്ച് ശരീരത്തിനെ ചികിത്സിക്കാനാണ് നെട്ടോട്ടമോടുന്നത്. ശരീരത്തിന് ചികിത്സിക്കണ്ട എന്നല്ല. ആളുകളുടെ മനസ്സിന് കൃത്യമായ ചികിത്സ കിട്ടി ആരോഗ്യത്തോടുകൂടെ ഹൃദയങ്ങൾ മുന്നേറിയാൽ ശരീരവും ഒരുപാട് ദുരിതത്തിൽ നിന്ന് സുരക്ഷിതമാകും. പിന്നെ വളരെ കുറഞ്ഞ ചികിത്സയെ ശരീരത്തിന് പോലും ആവശ്യമുണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളെ ചികിത്സിക്കുന്നത് യഥാർത്ഥ പണ്ഡിതന്മാരാണ്. ഇദാ മരിളൽ ഖുലൂബു അക്തറ മിനൽ അബ്ദാൻ. ശരീരങ്ങളിലേറെ ഹൃദയങ്ങൾക്ക് രോഗമാണ്. ഫൽ ജഹലുദ, അറിവില്ലായ്മ, വിവരമില്ലായ്മ, അതൊരു രോഗമാണ്. ആ രോഗത്തിന്റെ ചികിത്സ ഇൽമാണ്. ആ ഇൽമ നൽകുന്നത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരെന്ന് പറയുന്നത് ആളുകളുടെ ഹൃദയങ്ങളെ ചികിത്സിക്കുന്ന ചികിത്സകരാണ് അവർ. ശരിക്ക് ചികിത്സകൾ അത്യാവശ്യമുള്ളത് നമ്മുടെ ഹൃദയങ്ങൾക്കാണ് താനും. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അവിടുത്തെ സഹാബത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ യാത്ര പോയി. ഒരാൾ അദ്ദേഹത്തിന് തലക്ക് വലിയൊരു മുറിവ് പറ്റുകയും അങ്ങനെ കൂട്ടുകാരായ ആളുകളോട് അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനമുണ്ടായി, കുളി നിർബന്ധമായപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കുളിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും കുളിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ മുറി കൂടുകയും രക്തം കൂടുതൽ പുറത്തുപോയി മരണപ്പെട്ട ആ സംഭവം പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ആ മനുഷ്യനെ അവർ കൊന്നു, അറിവില്ലാതെ ഫത്വ കൊടുത്തുകൊണ്ട്. അവർക്കറിയാത്ത കാര്യമായിരുന്നു. അറിയാത്തതിന് ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ച് പരിഹാരം കാണണ്ടേ. വിവരമില്ലാതെ ഫത്വ കൊടുത്തു, ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ആ പാവ മനുഷ്യന് മരണപ്പെടാൻ ഇവർ കാരണക്കാരായി എന്ന് പറഞ്ഞ ഹദീസിൽ പറഞ്ഞു. ഇതുപോലെ ദീനിന്റെ കാര്യങ്ങൾ കൃത്യമായി ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ഹൃദയങ്ങളെ ശരിയായ ദിശയിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ അവരുടെ മനസ്സ് ശുദ്ധമാകും, നന്നാവും. സ്വാഭാവികമായിട്ടും അവരുടെ ശരീരവും അതിൻ്റെ പ്രവർത്തനങ്ങളും നന്നാകും. പല ജാതി വിപത്തുകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും സുരക്ഷിതരായി പല ജാതി കഷ്ടയാതനകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഉള്ള മഹത്തായ കാര്യം അഥവാ തൗഹീദുല്ലാഹി, ഈ ലോകത്തുള്ള മഹത്തായ ആ കാര്യം, സൃഷ്ടികളായ നമ്മെ മുഴുവനും അല്ലാഹു ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ ആ പറയുന്ന തൗഹീദുള്ള, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിന്നു. അവന്റെ ബഹുമാന ആദരണീയരായ മലക്കുകൾ അല്ലാഹു സാക്ഷി നിർത്തി. അവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെയും അവന്റെ ബഹുമാനാദരണീയരായ ഈ മലക്കുകളുടെ കൂടെ മഹത്തായി തൗഹീദിന്റെ മേലെ സാക്ഷി നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് ഉലമാക്കളെയാണ്, ഇൽമുള്ള ആളുകളെ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. സൂറത്തു ആല ഇമ്രാനിലുള്ള ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റു ഒരു ഇലാഹുമില്ല എന്ന വിഷയത്തിന് അല്ലാഹു സാക്ഷിയാണ്. ആ ഒരു സത്യം, ആ ഒരു ഹക്ക്, ആ ആദർശം, അതിന് അല്ലാഹു സാക്ഷിയാണ്.
വൽ മലായിക, അള്ളാഹുവിന്റെ ബഹുമാന ആദരണീയരായ മലക്കുകളും അതിന് സാക്ഷികളാണ്. ഇർഹമുക്കല്ലാഹ്, സാക്ഷികളാണ്. വ ഉലുൽ ഇൽമുള്ള ആളുകളും അതിന് സാക്ഷികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര മഹത്തായ, ഇതിലേറെ ബഹുമാനമുള്ള, ഇതിലേറെ ആദരവുള്ള ഒരു കാര്യമില്ല ഇനി തൗഹീദുല്ലാഹി ഇനിയിലേറെ. അതിന് അള്ളാഹുവും അവന്റെ മലക്കുകളും സാക്ഷിയാണ്. അവരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇൽമുള്ള ആളുകളെയാണ്. അതിൽ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ സ്ഥാനം പ്രവാചകന്മാർ, അമ്പിയാക്കളും മുർസലീങ്ങളും. അതേപോലെ അവരിൽ നിന്ന് ഈ അനന്തര അവകാശം, ഈ ഇൽമ് അത് അനന്തരമെടുത്ത ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉലമാക്കൾ, ആ ഇൽമ് എത്രത്തോളം ഒരാൾ നേടിയോ അത്രത്തോളം ഈ പറയുന്ന സാക്ഷ്യം വഹിക്കുന്ന വിഷയത്തിൽ അവർക്ക് ആദരവും അവർക്ക് പരിഗണനയും അവരാ വിഷയത്തിലുണ്ടാകും ചെയ്യും ഷഹാദത്തിൽ. അപ്പോൾ ഓരോ മുവഹിദായ മനുഷ്യനും അത് എത്രത്തോളം അറിഞ്ഞു, ആ സാക്ഷ്യം വഹിച്ച് കൃത്യമായത് പാലിച്ചു, അതനുസരിച്ച് അള്ളാഹുവിന്റെ കൂടെ അവന്റെ മലക്കോടോടുകൂടെ സാക്ഷിയായി കൊണ്ടുവരുന്ന ഇത്ര വലിയ ആദരവ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പന്നനായ ഒരു മനുഷ്യന്, ബനൂ ഇസ്രായേൽപ്പെട്ട സമ്പന്നനായ ഒരു മനുഷ്യൻ ഖാറൂൻ എന്ന് പറയുന്ന ധനികനായ ധിക്കാരിയായ മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. അവന്റെ സമ്പത്ത് കൊണ്ട് മതിമറന്നുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി ആ മനുഷ്യൻ അത് സമ്പത്ത് പ്രകടിപ്പിച്ച് അഹങ്കരിച്ചു കൊണ്ടുപോയപ്പോൾ അവന്റെ ജനങ്ങൾ ഒരുപാട് ഉപദേശങ്ങൾ, നസീഹത്തുകൾ അവന് കൊടുത്തു. ആ ചരിത്രം സൂറത്തുൽ ഖസസിന്റെ ഏകദേശം അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ മനുഷ്യന്റെ സമ്പത്തും അതിന്റെ പ്രൗഢിയും അതിന്റെ പളപളപ്പും അവൻ അതിന്റെ ധിക്കാരത്തിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ഇൽമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ മോഹിച്ചുപോയി, അവരാഗ്രഹിച്ചുപോയി. യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹള്ളിൻ അളീം. ഈ ഖാറൂന് കിട്ടിയതുപോലത്തെ സമ്പത്ത് നമുക്കും അതുപോലത്തെ ആർഭാടം, ഈ ലോകത്തുള്ള വിശാലത, ഇങ്ങനത്തെ പളപളപ്പ് നമുക്കും ലഭിച്ചെങ്കിൽ എന്ന് സാധാരണക്കാരായ ഇൽമില്ലാത്ത ആളുകൾ മോഹിച്ചുപോയി, ആഗ്രഹിച്ചുപോയി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഉലമാക്കള്, പണ്ഡിതന്മാരായ ആളുകൾ ഈ പറയുന്ന വിഡ്ഢികളായ ആളുകൾക്ക് കൃത്യമായി ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ വന്നു. വഖാലല്ലദീന ഊത്തുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈർ. നാശം ഖാറൂന് ലഭിച്ച ഈ സമ്പത്തും വിശാലതയും മതിമറന്നവൻ ആഹ്ലാദിക്കുന്നത് കണ്ട് വഞ്ചിതരാവരുതേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത്, നിങ്ങളതിൽ വഞ്ചിതരാകരുതേ, അവന് ലഭിച്ചതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മോഹിക്കരുതേ, പരാജയവും നഷ്ടവും നാശവും നിങ്ങൾ വിളിച്ചു വരുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഖാറൂനിന്റെ സമ്പത്ത് കണ്ട സമയത്ത് സാധാരണക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതിന്റെ വരും വരായികൾ, അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇൽമുള്ള ആളുകളും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഇൽമുള്ള ആളുകൾ അവന്റെ സമ്പത്തും അതിന്റെ മതിമറന്നുകൊണ്ടുള്ള ആഹ്ലാദങ്ങളും അതിന്റെ ആഡംബരങ്ങളും ആർഭാടങ്ങളും കണ്ട് ഒരിക്കലും വഞ്ചിതരായില്ല. അവര് പറഞ്ഞു, വഖാലല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് ലഭിച്ച ഇൽമുള്ള ആളുകൾ പറഞ്ഞു, വൈലക്കും നാശം, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വ അമില സ്വാലിഹ. ഈമാനും അമിലു സ്വാലിഹാത്തും വിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്ത് മുന്നേറിക്കോളി, അള്ളാഹു അതിന് വമ്പിച്ച പ്രതിഫലം നൽകും, അതാണ് നല്ലത്. ഇത് പരീക്ഷണാർത്ഥം ഈ വ്യക്തിക്ക് കൊടുത്തതായിരിക്കാം, അവന്റെ ധിക്കാരഹങ്കാരം കൊണ്ട് മതിമറന്നുകൊണ്ട് അവൻ പോകുന്നതായിരിക്കാം. ഏത് നിമിഷവും അള്ളാഹുവിന്റെ ശിക്ഷ അവനെ പിടികൂടാവുന്നതേ ഉള്ളൂ എന്ന് ഈ പറയുന്ന കൃത്യമായ ദിശാബോധം ഉലമാക്കൾ സാധാരണക്കാർക്ക് കൊടുത്തു. അവസാനം എന്തുണ്ടായി? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. ഈ പറയുന്ന ഖാറൂനെയും അവന്റെ കൊട്ടാരങ്ങളെയും അള്ളാഹു ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു. അള്ളാഹു പിടികൂടിയ വ്യക്തിയെ, ധിക്കാരിയായ മനുഷ്യൻ അള്ളാഹു പിടിച്ചു, അവനെയും അവന്റെ കൊട്ടാരം സമ്പത്ത് മുഴുവൻ ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു. ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു. അവനെ സഹായിക്കാൻ ഒരു സംഘം ആരെങ്കിലും, സഹായികളോ, അത്രയും കാലം അവന്റെ കൂടെ നടന്ന ആരുണ്ടായില്ല. വമാ കാന മിനൽ മുൻതസിരീൻ. ഇത്ര സമ്പത്ത് ലഭിച്ചു എന്നെങ്കിൽ സ്വയം സഹായം സിദ്ധിക്കാൻ അതിനവന് കഴിഞ്ഞതുമില്ല, സ്വയം അവനെ രക്ഷിക്കാൻ അവന് കഴിഞ്ഞില്ല, വേറെ ആരും അവനെ സഹായിക്കാനുണ്ടായില്ല. അപ്പോ ഈ പറയുന്ന ഉലമാക്കളായ ആളുകൾ പറഞ്ഞ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, അവന് കിട്ടിയതുപോലെ ഞങ്ങൾക്കും, അവനുണ്ടായ സമ്പത്ത്, അവന്റെ ഒരു ഭാഗ്യം, അവന്റെ ഒരു വിഹിതം, അവന്റെ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞ ആളുകൾ അവര് പറയാൻ തുടങ്ങി. വഅസ്ബഹല്ലദീന തമന്നൂ മക്കാനഹു ബിൽ അംസി യഖൂലുൻ വൈക അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് സമ്പത്ത് വിശാലത കൊടുക്കും, ചിലർക്ക് ദാരിദ്ര്യം കൊടുക്കും. അള്ളാഹു നമുക്ക് നിഅമത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് പിടികൂടിയ ശിക്ഷ നമ്മെയും പിടികൂടുമായിരുന്നു എന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി. പിന്നെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം
ഉലമാക്കൾ അത് നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു, അത് മനസ്സിലാക്കി. ഇൽമിൻ്റെ പ്രത്യേകത കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകാശിതമായ വഴിയിൽ നമുക്ക് സഞ്ചരിച്ച് ഈ ലോകവും പരലോകവും വിജയിച്ച് നേടാനും കഴിയും. നിങ്ങൾ ധാരാളം കേട്ട ഹദീസുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്ത 99 ആളെ കൊന്നൊരു മനുഷ്യന്റെ ചരിത്രം ധാരാളം നിങ്ങൾ സദസ്സിൽ വെച്ച് കേട്ടിട്ടുണ്ടാകും. അവിടെ ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, വിവരമില്ലാത്ത ആള് ഫത്വ കൊടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. 99 ആളുകളെ കൊന്ന് തൗബയുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യന് ആരാധനയിൽ കഴിച്ചുകൂട്ടുന്ന ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ആളുകൾ. ഒരു റാഹിബായിരുന്നു, ആലിമല്ല, ഇബാദത്ത് ഉണ്ട് ആ മനുഷ്യന്റെ അടുത്ത്. അതിന് അനുസരിച്ചുള്ള ധാരാളം ഇൽമില്ലാത്ത ആളാണ്. ആളുകൾക്ക് മതവിധി കൊടുക്കാൻ പ്രാപ്തമായ ഇൽമൊന്നുമില്ല. അങ്ങനത്തെ ഒരാൾ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, 99 ആളുകൾ അകാരണമായിട്ട് കൊന്ന ആളാണ്, എനിക്ക് തൗബയുണ്ടോ? ആ വ്യക്തി പേടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് തൗബയോ? ഇത്ര വലിയ തെറ്റ് ചെയ്ത ആള്, ഇനി നിനക്കൊരു തൗബ ഞാൻ കാണുന്നില്ല. വിവരമില്ലാതെ ഫത്വ കൊടുത്തു, അറിവില്ലാതെ സ്വയം നാശത്തിന് വിളിച്ചു വരുത്തി അയാളെ, ആ വ്യക്തിയെയും കൊന്നു. വിവരമില്ലാതെ ഫത്വ കൊടുത്തതിൻ്റെ അതിൻ്റെ ഫലം ഈ ലോകത്ത് വെച്ച് അയാളെ സ്വന്തം നാശത്തിലേക്ക് കൊന്നു. മറ്റൊരാളെ വീണ്ടും ഒരു പാപിയാക്കി എന്നുള്ളത്, വീണ്ടും ഒരു തെറ്റുകാരനാക്കി, 100 ആളെയും കൊന്നു, പൂർത്തിയാക്കി. ഈ അന്വേഷിച്ചു വന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുറ്റബോധം അതിന് മാത്രമുണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹം അന്വേഷിച്ചു, ഇൽമുള്ള ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തി തരി, എനിക്ക് തൗബയുണ്ടോ? 100 ആളെ കൊന്നു, ഞാൻ അകാരണമായി 100 ആളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് ആളുകൾ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. പണ്ഡിതന്റെ അടുത്ത് ചെന്നു, കാര്യങ്ങൾ 100 ആൾ ഒരു കാരണമില്ലാതെ കൊന്നൊരക്രമിയാണ് ഞാൻ, എനിക്ക് തൗബയുണ്ടോ? ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, നിന്റെയും തൗബയുടെയും ഇടയിൽ തടസ്സം സൃഷ്ടിക്കാൻ ആരാണുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് തൗബയുണ്ട്. ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിച്ച് നിഷ്കളങ്കനായി അള്ളാഹുവിലേക്ക് കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന മനുഷ്യൻ എത്ര വലിയ ശിർക്ക് ചെയ്തവനാണെങ്കിൽ പോലും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവന് തൗബയുണ്ട്, അള്ളാഹു സ്വീകരിക്കും. പക്ഷേ നിന്റെ നാടും സാഹചര്യവും നിനക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് നല്ലവരായ ആളുകളുള്ള നാട്ടിലേക്ക് പോയിക്കോ. അവന് കൃത്യമായ വഴിയും ദിശയും പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ആ നല്ലവരായ ആളുകളുടെ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് മരണപ്പെട്ടു. ഹദീസിന്റെ പല റിവായത്തുകളിലും പറയുന്നു, അദ്ദേഹം ഏതൊരു നാട്ടിൽ നിന്ന് പോന്നു, ഏതൊരു നാട്ടിലേക്ക് പോകുന്നു, അതിൻ്റെ ഇടയിൽ വെച്ച് മരണപ്പെട്ട 2 നാടും പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം പുറപ്പെട്ട നാട്ടിലേക്കാണ് അദ്ദേഹം കൂടുതൽ അടുത്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ദൂരമാണ് മറ്റേ നാട്ടിലേക്ക് പോകാനുള്ളത്. അള്ളാഹു ഭൂമിയോട്, ഈ പറയുന്ന അദ്ദേഹം പുറപ്പെട്ടു വന്ന നാട്ടിനോട് പറഞ്ഞു, നീ ഒന്ന് വിശാലമാകാനും അകലാനും, അദ്ദേഹം ഏതൊരു രാജ്യം ഉദ്ദേശിച്ചു പോകുന്ന നാടിനോട് ഒന്ന് അടുക്കാനും പറഞ്ഞ് അദ്ദേഹത്തിന് റഹ്മത്തിന്റെ മലക്കൾ ഏറ്റെടുത്തുകൊണ്ട് വിജയം വരിച്ചു. ആ വ്യക്തി, ഇത്രയും വലിയ തെറ്റ് ചെയ്ത വ്യക്തി, ഒരു പണ്ഡിതനെ സമീപിച്ചപ്പോൾ ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് നോക്കണം. പരാജയത്തിനുള്ള സകല സാധ്യതകളും അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിട്ട് കൂടി ആ മനുഷ്യൻ വിജയിച്ചത് നോക്കണം. ആ ഹദീസിൽ നമ്മൾ കൃത്യമായി ആ പാഠം പഠിച്ചെടുക്കണം. ഇൽമ് നമ്മൾ സ്വയം നേടണം. അത് കൃത്യമായി നേടിയ ഉലമാക്കളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കണം. കാര്യങ്ങൾ ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നാം ഇൽമ് തേടുന്ന ഒരാളായിക്കൊണ്ട് മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ലോകത്ത് നമ്മൾ ജീവിച്ച് ഒരാദരവ് പിടിച്ചു പറ്റാനും നമ്മൾ ശ്രമിക്കണം. ഇൽമ് നേടുന്തോറും നമ്മുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു നമ്മളൊരു ആലിമാക്കിയാൽ വലിയ ഉയർച്ചയും പദവികളും ആദരവുകളും നമുക്ക് ലഭിച്ചു. ഇനി നമുക്കൊരുപാട് ഇൽമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൽമ് തേടുന്ന ഒരാൾ, താലിബുൽ ഇൽമ്, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെട്ട ആളായി, അള്ളാഹുവിന്റെ മലക്കുകൾ വലയം ചെയ്ത് ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി ഈ ലോകത്ത് ജീവിക്കുക നിസ്സാര കാര്യമൊന്നുമല്ല. ഇതൊന്നും നിസ്സാര കാര്യമല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ നിസ്സാരവൽക്കരിച്ച് പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വിഷയമാണിത്. നാം അത് തിരിച്ചുപിടിക്കാനും ഇത് കൃത്യമായി മനസ്സിലാക്കാനും ഈ മാർഗത്തിൽ സഞ്ചരിച്ച് മുന്നേറാനും രക്ഷപ്പെടാനും നമ്മൾ തയ്യാറാവണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ലാ യുസ്ലിഹുല്ലാഹു ആഖിറ ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമൂഹത്തിന്റെ അവസാനത്തിൽ, ഈ ഉമ്മത്തിൽ അവസാനം വരുന്ന ആളുകൾ, ആദ്യ കാലഘട്ടത്തിലുള്ള ആളുകൾ എങ്ങനെ നന്നായി ആ വഴി സ്വീകരിക്കാത്ത കാലത്തോളം അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് നന്നാകാൻ കഴിയൂല. ആദ്യ കാലഘട്ടത്തിലുള്ള ആളുകൾ, ഈ ഉമ്മത്തിലുള്ള സഹാബികളും താബിഈങ്ങളും താബികളും നന്നായത്, അവർ ഉയർന്നതും വിജയിച്ചതും പരിശുദ്ധ ഖുർആനും റസൂലിന്റെ സുന്നത്തും അത് പഠിച്ച് അമലാക്കി, അങ്ങനെയാണ് അവർ വിജയിച്ചത്, അങ്ങനെയാണ് അവർ മുന്നേറിയത്, അങ്ങനെയാണ് അവർ ബഹുമാനാദരണീയരായത്. ഈ സഹാബത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ 30, 40, 50, 60 വയസ്സുകാലം ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച, ജഹാലത്തും തെറ്റുകളും പാപങ്ങളും ധാരാളം ചെയ്ത ആളുകളായിരുന്നു. പക്ഷേ ഖുർആനും സുന്നത്തും അവരുടെ മുന്നിൽ വന്നപ്പോൾ കൃത്യമായി അത് സ്വീകരിച്ചു, അത് പഠിച്ചു, അമലാക്കി
അങ്ങനെയാണ് അവർ ഉയർന്നവരായത്, അള്ളാഹുവിന്റെ തൃപ്തി പിടിച്ചു പറ്റിയത്, ബഹുമാന ആദരണീയരായത്. ഈ വഴി സ്വീകരിക്കാതെ ഈ ഉമ്മത്ത് നന്നാവാനേ പോണില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതുകൊണ്ട് ഉലമാക്കളെ ബന്ധം നമ്മൾ സ്ഥാപിക്കണം, ഇൽമിന്റെ സദസ്സുകൾക്ക് ബഹുമാനാദരവ് കൊടുക്കണം. നമ്മൾ ഇൽമ് തേടുന്ന ആളുകളായി നമ്മൾ ആ പറയുന്ന ആളുകളെ അനുകരിക്കാനും തയ്യാറാവണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നമ്മൾ ആരനുകരിക്കുന്നു, നമ്മൾ ആരെയാണ് മാതൃകയാക്കുന്നത്? കുഫാറുകളെയും ഫുജാറുകളെയും കളിക്കാരെയും വിനോദത്തിന്റെ ആളുകളെയും മറ്റുള്ള പല ആളുകളെയും അനുകരിച്ചുകൊണ്ട് വേഷവിധാനങ്ങളും സംസാരങ്ങളും സംസ്കാരങ്ങളും അതൊക്കെ ആളുകൾ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ഇൽമ് തേടുന്ന ഒരാളാണ്, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്, എൻ്റെ സമയങ്ങളിൽപ്പെട്ട വിലപ്പെട്ടത് അതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ട് മുന്നേറാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്ന് അള്ളാഹുവിന് നമ്മുടെ സിദ്ഖും സത്യസന്ധതയും അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് അതിനുള്ള വഴികളും സാഹചര്യങ്ങളും നമ്മൾ തയ്യാറാക്കി ഒരുക്കി കഴിവിന്റെ പരമാവധി നമ്മൾ അതിന് ശ്രമിക്കുക. ഇൽമ് നേടണം, ദീന് കൃത്യമായിട്ട് പഠിക്കണം. വാൾപ്പോ സൃഷ്ടിക്കലോ അതല്ലെങ്കിൽ സമ്മേളനത്തിന് പോകലോ അത് കഴിഞ്ഞാൽ കസേര നിരത്തലോ അവിടെ ഖിദ്മത്ത് ചെയ്യലോ അതൊക്കെ വേറെയാണ്. അതിൽപ്പെട്ട നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാകും. ഇൽമ് നേടുക, ഉലമാക്കൾ ഇൽമ് പറയുന്ന സദസ്സിൽ പങ്കെടുക്കുക, പറയുന്നത് കേൾക്കുക, എഴുതി വെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പോയിന്റുകളും കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തി വെക്കുക. അതിനൊരു പേനയും ഒരു പെൻസിലും അതിനൊരു ബുക്കും അതിനൊരു ബാഗും അതിനൊരു സാഹചര്യം ഉണ്ടാക്കി ആ ഒരാളാണ് എന്ന് പറഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് അനിവാര്യമാണ് താനും. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാ യഅതി യൗമുൻ ഇല്ലാ വഹുവ ശർറും മിനല്ലദീ ഖബ്ലഹു ഹത്താ തഖൂമ സാഅ. ഖിയാമത്ത് നാൾ വരുന്നതിൻ്റെ ഇടയിലുള്ള ഓരോ ദിവസങ്ങളും സമയങ്ങളും അതിൻ്റെ മുമ്പുള്ളതിലേറെ ചീത്തയായ തിന്മയുള്ള ദിവസങ്ങളും കാലങ്ങളും ആയിരിക്കും പിന്നീട് വന്നുകൊണ്ടേയിരിക്കുക ഖിയാമത്ത് നാൾ വരുന്നത് വരെ. പിന്നെ ദുഷിച്ച നശിച്ച ലോകം, സാഹചര്യം, സമൂഹങ്ങളും സമുദായങ്ങളും ആളുകളുമാകും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലസ്തു ഐനി റഖാഅൻ മിനൽ ഐഷ് യുസീബുഹു വലാ മാലൻ യുബീദുഹു. ഭൗതികമായ സമ്പത്തിന്റെ കുറവോ സാമ്പത്തികമായ പരാധീനതയോ അതല്ലാന്നുണ്ടെങ്കിൽ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ദീനിന്റെ കാര്യത്തിൽ പിന്നീട് ചീത്തയായ തിന്മയായ നശിച്ച ലോകം കാര്യം ആളുകളും സമൂഹങ്ങളും വരുമെന്ന. വലാകിൻ ലാ യഅതി അലൈക്കും യൗമുൻ ഇല്ലാ വഹുവ അഖല്ലു ഇൽമൻ മിനൽ യൗമില്ലദീ ഖബ്ല. ഇതിന്റെ മുമ്പുള്ള ഓരോ ദിവസങ്ങൾ അപേക്ഷിച്ച് നോക്കിയാൽ പിന്നീട് വരുന്ന ഓരോ ദിവസവും സമയം ഇൽമു കുറഞ്ഞ് ജുഹാലുകളും ജാഹിലീങ്ങളുമായ ആളുകൾ കൂടി വരുന്ന സമൂഹത്തിലേക്കാണ് നമ്മൾ മുന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഫഇദാ ദഹബൽ ഉലമാഉ, പണ്ഡിതന്മാരങ്ങനെ മരിച്ചു പിരിഞ്ഞു പോയി, ആളുകൾ ഇൽമു തേടാനോട് മുന്നോട്ട് വരും ചെയ്യണില്ല. അങ്ങനെ ഇസ്തവന്നാസു, ആളുകൾ തുല്യരായി, എല്ലാവരും ഒരുപോലെ വിഡ്ഢികൾ. ഫലാ യഅ്മുറൂന ബിൽ മഅറൂഫി വലാ യൻഹൗന അനിൽ മുൻകർ, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്ന ദുഷിച്ച കാര്യങ്ങൾ തൊട്ട് വിരോധിക്കുന്ന ആളുകളില്ല, ഇൽമുള്ള ആളുകളില്ല, ജുഹാലുകളാണ്, അറിവില്ലാത്ത ആളുകളാണ്. അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സ്വയം നശിക്കുന്നവരും മറ്റുള്ളവരെ വഴികേടിലാക്കുന്നവരുമാണ്. ഫഇൻദ ദാലിക യഹ്ലികൂൻ, അപ്പൊ ഈ ആളുകൾ പിന്നെ ഈ സമൂഹം പിന്നെ നശിക്കുക ചെയ്യുക, ദീനിലും ദുനിയാവിലും അധപ്പതിക്കുക ചെയ്യുക, പരാജയപ്പെടുക ചെയ്യുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് കഴിവിന്റെ പരമാവധി നമ്മളത് നേടിയെടുക്കുന്നവരും അതിന് താല്പര്യമുള്ളവരും അത് നേടിയെടുത്ത് നമ്മളും നമ്മുടെ മറ്റുള്ള സഹോദരന്മാരും ആളുകളും അതിർക്ക് കഴിയുന്നത് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി മുന്നേറി വിജയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കേട്ടതൊന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഈ കേട്ടതൊന്നല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും ആദരവുകളും ഫലങ്ങളും നേട്ടങ്ങളും ഇൽമു നേടുന്ന വിഷയത്തിൽ ഉലമാക്കളെ സംബന്ധിച്ച് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹദീസുകളിൽ കാണാൻ കഴിയും, മുൻഗാമികളായ സലഫുകളുടെ വാക്കുകളിൽ നമുക്ക് കാണാനും കണ്ടെത്തിക്കാനും കഴിയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവന്റെ ദീന് ശരിയായ നിലക്ക് പഠിക്കാനും അതിനുള്ള തൗഫീഖും അതിനുള്ള താല്പര്യവും അതിനുള്ള സഹായങ്ങളും സാഹചര്യങ്ങളും മാനസികാവസ്ഥയും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വ്യക്തമായി അവന്റെ ദീന് പഠിച്ച് മുന്നേറാനും അതിൽ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും അല്ലാഹു നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി.